പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി എത്തുന്നത് ഷൈനി ദ റൈഡർ. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം മുഴുവൻ കറങ്ങി നടക്കാൻ പറ്റുക, അതും ഒരു 2 വീലറിൽ കറങ്ങി നടക്കാൻ പറ്റുക എന്ന് പറയുന്നത് എത്ര മനോഹരമായ ഒരു സ്വപ്നമാണല്ലേ. എന്നാൽ ഈ സ്വപ്നങ്ങൾ കീഴടക്കിയ എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പോയി കീഴടക്കിയതല്ല, ഓരോന്നിനോടും പടവെട്ടി നേടിയ ഒരു വനിതയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഷൈനി ദ റൈഡർ. ഈ റൈഡറിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സംസാരിക്കാം. സ്വാഗതം. ഏറ്റവും ലാസ്റ്റ് യാത്രയിൽ തുടങ്ങി നമുക്ക് തിരിച്ചങ്ങോട്ട് പോകാം, അതായിരിക്കും എളുപ്പമെന്ന് തോന്നുന്നു. ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേകതയാ. അതെ, എന്തായിരുന്നു ആ പ്രത്യേകത? ഈ ലാസ്റ്റ് റൈഡ് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? കേരളത്തിന്റെ ഓരോ ജില്ലയും പൂർത്തിയാക്കണമെന്നുള്ള വലിയ ഇഷ്ടമായിരുന്നു. ഞാനൊരു 2 ഇയേഴ്സിന് മുമ്പ് വയനാട് പോയി. അവിടെ ഏകദേശം ഒരു 45% ആക്കിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ട് അടുപ്പിച്ച് ഞാൻ കുറച്ച് ദിവസം പോയി നിന്ന് ഇടുക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഞാൻ ലാസ്റ്റ് ഒരു റീല് വരെ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. ഒരു സ്വാമീൻ്റെ അടുത്ത് ഞാൻ പോയി സംസാരിക്കുന്നത്. പുള്ളി ഇങ്ങനെ കാശ്മീർ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ എല്ലാവരും പറയും ഇടുക്കിയാണ് ഏറ്റവും ഭംഗി എന്ന് പറയും. പക്ഷെ നമ്മുടെ നാടിന് ആരും അങ്ങനെ വലുതായിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സത്യം. അപ്പോൾ ഈ സ്വാമി അതിൽ പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് കാശ്മീർ കാണണം എന്നുള്ളത്. പുള്ളിക്ക് ഇടുക്കിയിലോട്ട് ട്രാൻസ്ഫർ കൊടുത്തു. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പോൾ ഇനി അവസരമില്ലേ മോളെ, എൻ്റെ കാൽ കീഴിലാണ് ഇപ്പോൾ സ്വർഗം. അപ്പോൾ ഞാൻ എന്താ ഇടുക്കിയാണ് അതൊന്ന്. അപ്പം ഞാൻ ഉടനെ ആ ഒരു പോയിന്റിൽ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ട് പലരും വിശ്വസിച്ചിട്ടില്ല. സത്യമാണ് കേട്ടോ. നമ്മുടെ എവിടെ നോക്കിയാലും ഇടുക്കി ഭംഗിയാണ്. മീൻസ് ലെഫ്റ്റിൽ നോക്കിയാലും റൈറ്റിൽ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഇടുക്കി വളരെ മിടുക്കിയാണ്. ഇടുക്കി എന്ന മിടുക്കി. നമുക്ക് എവിടെ നോക്കിയാലും പച്ചപ്പാണ്, ഒരു ഓവർകാസ്റ്റ് സ്കൈ, മിക്കവാറും നനുത്ത മഞ്ഞ്, കാറ്റ്, അങ്ങനെ പറഞ്ഞു പോകാൻ തുടങ്ങി. ഓരോ സ്ഥലം അനുസരിച്ച് അവിടെ കാലാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട്. ഇപ്പം അടിമാലിയിലതല്ല രാജാക്കാട് വരുന്നത്, അതല്ല തൊട്ടടുത്ത് കിടക്കുന്ന ശാന്തമ്പാറ പൂപ്പാറയിൽ വരുന്നത്, അതല്ല അപ്പുറത്ത് കിടക്കുന്ന കുമിളിയിൽ വരുന്നത്. ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതൊന്നുമല്ല വാഗമണിലുള്ളത്. അത് ഞാൻ വാഗമൺ മീൻസ് ഈ പറയുന്ന ഇടുക്കിൻ്റെ പല, ഈ വട്ടവടയായിരുന്നാലും കാന്തല്ലൂർ സൈഡായിരുന്നാലും വാഗമൺ സൈഡായാലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ മെയിൻ സ്പോട്ടുകൾ മാത്രമേ ഞാൻ ഇത്രയും കാലമായിട്ടൊക്കെ പോയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോട്ട് പോവും, ആ റൈഡ് കഴിയും തിരിച്ചു വരും. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം അതല്ല. ഒരു സ്ഥലത്ത് പോവുക, അവിടെ നിൽക്കുക, അവിടെയുള്ള ലോക്കൽസിൻ്റെ അടുത്ത് സംസാരിച്ച് 2-3 ദിവസമൊക്കെ നിന്ന് അവിടെയുള്ള കുഞ്ഞു സ്ഥലങ്ങൾ വരെ കണ്ടുപിടിച്ച് പോവുക. നമ്മളെ രീതി കുറച്ചുകൂടി ഒന്ന് വിപുലപ്പെടുത്തുകയാണ് അല്ലേ? അതെ, അതെൻ്റെ ആഗ്രഹമായിരുന്നു വർഷങ്ങളുണ്ടല്ല. വളരെ ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് അച്ഛൻ്റെ സഹോദരൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കയറിപ്പറ്റുന്നു. അവിടെ നിന്ന് മുതൽ ആ ആഗ്രഹമായി കൊണ്ട് നടത്തുന്നത് സാധിക്കുന്നത് 21ാമത്തെ വയസ്സിലാണ്. ഏതാണ്ട് 17-18 വർഷത്തെ കാത്തിരിപ്പ്. അതിനിടയ്ക്ക് ലൈഫ് ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട് ഷൈനിയെ. അവിടെ എവിടെയെങ്കിലും ഈ ബൈക്കിന്റെ ശബ്ദം വിട്ടുപോകുന്നുണ്ടോ? ബൈക്കിന്റെ ശബ്ദം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ട്രാവൽ എന്നുള്ളൊരു ഇത് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ട്രാവൽ എന്നുള്ളത് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലുണ്ടായിരുന്നു, സ്പോർട്സിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇഷ്ടംപോലെ ട്രാവൽ വരും. അപ്പോൾ അതൊന്നും ഞാൻ ഒരൊറ്റ ക്യാമ്പ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഗവൺമെന്റ് മീൻസ് നമ്മുടെ സ്കൂളും ഗവൺമെന്റും തരുന്നതാണ്. അപ്പോൾ അത് വെറുതെ എന്തിനാ മിസ്സാക്കണമെന്ന് വെച്ചാൽ എല്ലാ പരിപാടിക്കും ഞാൻ പോകും. പക്ഷെ അത്ലറ്റിലൊക്കെ ഉള്ളത് കൊണ്ട് സെലക്ഷൻ കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും പോകാൻ പറ്റും. ഒരു 2 പതിറ്റാണ്ട് മുമ്പേ പെൺകുട്ടികളെ കുറിച്ച് ഈ സോക്കാൾഡ് അടക്കം ഒതുക്കം എന്നുള്ള ടാഗുകൾ വേണ്ടിയിരുന്ന ഒരു കാലത്താണ് ഈ അക്രമങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ അക്രമങ്ങളെന്ന് വേറൊരു ഉദ്ദേശത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അത് പലരുടെയും മനസ്സിൽ അതിക്രമങ്ങളായി ആണ്. എൻ്റെ വീട്ടിൽ തന്നെ പല ബന്ധുക്കളും വന്നിട്ട് മോളെ അങ്ങ് വിട്ടിരിക്കുവാണ് എന്നുള്ള രീതിയിലൊക്കെ അന്നൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു വീട്ടുകാർ. കാരണം അവർക്ക് എന്നെ അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് വർത്തമാനം പറയുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കിങ്ങനെ വായടച്ച് വെക്കാനൊന്നും പറ്റത്തില്ല. ആരെങ്കിലും വായടച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഞാനതങ്ങ് തുറക്കും. എന്നെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ മോൻ പറയും എൻ്റെ അടുത്ത്, അമ്മ ഒരു 10 മിനിറ്റ് അമ്മയ്ക്ക് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിലേ വളർന്നു വന്നത്. എല്ലാവരുടെ അടുത്തും മിണ്ടും. നാട്ടിൽ ആരുടെടുത്തും എനിക്ക് പണക്കമില്ല, ഒന്നുമില്ല. ഞാൻ എല്ലായിടത്തും മിണ്ടും. ബന്ധുക്കളുടെ വീട്ടിലെല്ലാം ഞാൻ പോകും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇതെല്ലാം ഞാൻ ഒഴിവാക്കി നിൽക്കുക. ഇപ്പോൾ മകൻ്റെ കാര്യം സൂചിപ്പിച്ചു, ലെനിൻ ജോഷ്വ. 18-19 വയസ്സുള്ളപ്പോഴത്തേക്ക് കിട്ടിയ ഒരു വലിയ ഗിഫ്റ്റാണ് അവൻ. ലെനിനാണ് ഷൈനിയെ ഇതുവരെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, ലെനിൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഫിലോസഫിയാണ് പഠിക്കുന്നത്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ PG ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം. ഏത് പാട്ട് പറയും? ലെനിന് വേണ്ടിയിട്ട് ഉറിയെന്ന സിനിമയിലെ ഒരു പാട്ടുണ്ട്. ആ ഒരു പാട്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
വളരെ ചെറുപ്പത്തിലെ തന്നെ യാത്രകൾ ഇഷ്ടമുള്ള ആളാണ്. സ്കൂളിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി യാത്രകൾ ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയിൽ ഈ ബുള്ളറ്റ് എന്ന് പറയുന്നൊരു സ്വപ്നം പിടികൂടുന്നു. ലൈഫിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് താങ്കൾ നോർത്തിലേക്ക് താമസം മാറേണ്ടി വരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ആ ഒരു കാലത്തെ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഓർക്കുമ്പോൾ നല്ല പേടി വരാറുണ്ട്. ഞാൻ അതൊക്കെ എങ്ങനെ തരണം ചെയ്തു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് പിന്നത്തെ ഇതിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലബ്ബും ഇതൊക്കെ കൊണ്ടുവരാനും ആ ഒരു ധൈര്യമൊക്കെ കിട്ടിയത്. ഇപ്പോൾ എപ്പോഴും പറയല്ലോ, നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാളും അധികം നമ്മൾ കൂടുതൽ ബോൾഡ് ആവുന്നതും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിത യാത്രയിൽ നിന്നാണല്ലോ. എൻ്റെ മകൻ തന്നെ എൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അമ്മ എല്ലാം കണ്ടു പഠിക്കുന്നു, ഞങ്ങളതെല്ലാം കാണാതെ വായിച്ചു പഠിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റാ, നീയും കണ്ടുപഠിക്കേ. നമ്മൾ ജീവിത അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുന്നതാണ് എന്നും നമുക്കത് എഫക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. വായിക്കുന്നത് ചിലപ്പോൾ നമ്മൾ മറക്കും, പക്ഷെ അനുഭവിക്കുന്നത് ഒരിക്കലും മറക്കത്തില്ല. നമുക്ക് എന്തായാലും കുറച്ച് യാത്രകളിലേക്ക് വരാം. ഒരു റൈഡറിനെ പിടിച്ചിരുത്തിയിട്ട് ഇയാൾ എന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആൾക്കാർ വിചാരിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ദീർഘദൂര യാത്ര 1680 കിലോമീറ്ററും മറ്റോ ഉറക്കമില്ലാതെ ചെയ്ത ഒരു യാത്രയാണ്. പക്ഷേ ഞാൻ ഷൈനിയെ പരിചയപ്പെടുന്നത് ആ യാത്രയെക്കുറിച്ച് വായിച്ചിട്ടാണ്. ആ യാത്രയെക്കുറിച്ചൊന്ന് ഓർമ്മിക്കാമോ? അത് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത ഒരു ചലഞ്ചാണ്. കാരണം ഞാൻ ആർക്കും മറുപടി എഴുത്തിലൂടെയോ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. എനിക്കിപ്പം പബ്ലിക്കിൽ ഒരാൾ എന്നെക്കുറിച്ചൊരു നെഗറ്റീവ് പറഞ്ഞാലും ഞാൻ അവരുടെ അടുത്ത് ചെന്ന് മറുപടി കൊടുക്കുന്ന പരിപാടി എനിക്കില്ല, ആർക്കും. അത് സോഷ്യൽ മീഡിയയിൽ വഴിയോ ഒന്നിലും എതിർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്, കൊടുക്കാൻ കൊള്ളാം എന്നുണ്ടെങ്കിൽ ഒരു മറുപടി കൊടുക്കും. അല്ലാത്ത പക്ഷം ഞാൻ ചിരിച്ചുകൊണ്ട് മിണ്ടാതെ പിന്മാറും. പക്ഷെ എൻ്റെ ആ പിന്മാറ്റത്തിൽ അവർക്കുള്ള മറുപടി പതിയെ വന്നോളൂ, ഞാനത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2017 ഞാനൊരു ഓൾ ഇന്ത്യ ചെയ്തു, കാശ്മീർ കേരള. അപ്പോൾ അന്ന് എൻ്റെ കൂടെ 2 സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ 2 പേരുണ്ടായിരുന്നു. ഞാൻ അതിൽ ഒറ്റയ്ക്ക്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിലാണ് വന്നത്. ഇവിടെ നിന്ന് അതുവരെ പോകാൻ മീൻസ് ഞാനിങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു വന്നവരാണ്. പക്ഷെ അത് ഒരു ഈഗോ ക്ലാഷിൻ്റെ ഫലമായിട്ടത് പിന്മാറേണ്ടി വന്നപ്പോൾ പിന്നെ അവരെനിക്ക് എതിരെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോയ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലഡാക്ക് വരെ നമ്മൾ ഒരുമിച്ച് പോകും, അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആണ്. പലരും ഞാൻ ഈ ലൈവ് ഇടുമ്പോഴൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇല്ല, ഞാൻ അവരിന്ന് പിന്മാറിയപ്പോൾ പറഞ്ഞിരുന്നു ഇങ്ങനെ വേണം പറയാനെന്ന് പറഞ്ഞിട്ട് അവരവസാനം നല്ലവരാകാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ കുറെ കമന്റുകളൊക്കെ എഴുതിയിട്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേകത അറിയാലോ, ഫസ്റ്റ് നടക്കുന്ന നെഗറ്റീവ്സ് മാത്രം അങ്ങ് എടുക്കും, അവരെക്കുറിച്ച് അന്വേഷിക്കുകയോ ആ വ്യക്തി ആരാണെന്ന് നോക്കുകയൊന്നുമില്ല. കുഴപ്പമില്ല, പക്ഷെ അതെനിക്ക് നല്ല ഗുണം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. നെഗറ്റീവ്സ് ആണല്ലോ എപ്പോഴും പോസിറ്റീവിനുള്ള മുന്നോടി. അപ്പോൾ ഒരു കമന്റ് ഇങ്ങനെ വന്നു, 1000 കിലോമീറ്റർ നിനക്ക് ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ സമ്മതിക്കാം. ഒരു മറുപടി ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ നേരെ അതൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ അയൺബട്ട് ബാപ്പുബ എടുക്കണമെന്നുള്ളത്. പക്ഷേ എനിക്ക് ഉറക്കം ഭയങ്കര പ്രശ്നമാണ്. ബെഡ് കണ്ട് അപ്പോൾ ഉറങ്ങുന്ന വ്യക്തിയാണ്. കാരണം നമ്മൾ ഈ റൈഡ് കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ക്ഷീണം വന്നാലോ അല്ലെങ്കിലും ഞാൻ നേരത്തെ ഉറങ്ങും. അങ്ങനെ ഇരിക്കുകയാണ് ഇത് വീണ്ടും ചെയ്യണമെന്നുള്ളൊരു മനസ്സിൽ തോന്നിയതും ഞാൻ നേരെ അന്ന് ജേബിയും വെപ്പാവിയായിരുന്നു. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തി. എൻ്റെ ചിന്തയിൽ ഞാനീ പോകുന്നത് ഇവർക്ക് മാത്രമേ അറിയാവൂ, വെളിയിൽ ആർക്കും അറിയില്ല എന്ന്. പക്ഷെ നമ്മുടെ കേരളത്തിൽ മൊത്തം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഇവള് പോകും ചെയ്യുമോ ഇല്ലെന്ന് കാണാം. ഞാനീ ഇതിന് പോയി അത് അറ്റംപ്റ്റ് ചെയ്തു. ഒരു 23 സംതിങ് മണിക്കൂറിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അതിൽ ഏറ്റവും സ്ലോയിൽ ഓടിച്ചത് ചിലപ്പോൾ ഞാനായിരിക്കാം. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ നമ്മൾ 24 hours ഉറക്കം ഉള്ളത് കൊണ്ട് ഞാൻ ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങുക. അപ്പോൾ വൈകുന്നേരം പിന്നെ പോയാൽ മതി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ സമയമാകുമ്പം താമസിക്കുന്ന വീട്ടിലെ കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉറങ്ങി. ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കിയതിൽ എനിക്ക് കേരളത്തിൽ നിന്ന് നിറയെ കോളാ. ഷൈനി അത് കംപ്ലീറ്റ് ചെയ്തില്ലേ, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴേ ഞാൻ എങ്ങനെ അറിഞ്ഞു? നോക്കിയിരിക്കുമായിരുന്നു ഷൈനി ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ. അപ്പോൾ എനിക്കൊരു സന്തോഷം അപ്പോൾ ഫീൽ ചെയ്തതെന്നു വെച്ചാൽ നമ്മളെപ്പോഴും നമുക്ക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മൾ പ്രവർത്തിച്ച് തന്നെ കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഇവരുടെ അടുത്തൊക്കെ മറുപടി പറഞ്ഞ് നമ്മുടെ ആരോഗ്യം കളയാമെന്നുള്ളതല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി. ഇതുവരെയുള്ള എൻ്റെ എല്ലാ പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ്. ഒന്നും ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇല്ല. നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക, നമ്മുടെ വിജയങ്ങൾ ശബ്ദം ഉണ്ടാക്കും. തീർച്ചയായിട്ടും. ഇതിനിടയ്ക്കാണ് ഈ ഡോൺലെസ് റൈഡേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടാക്കുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ഏതൊരു സമയത്താണ് ഡോൺലെസ് റൈഡേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നതും? ഞാൻ ട്രിവാൻഡ്രം സിറ്റി കൂടെ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ പല പെൺകുട്ടികളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പഠിപ്പിക്കുമോ എന്നൊക്കെയുള്ളവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഈ ഒറ്റയ്ക്ക് ഓടിച്ച് നടന്ന സമയത്ത് ഞാൻ കുറേയധികം പ്രശ്നങ്ങൾ അറിയാമായിരിക്കുമല്ലോ. ഒരു 2007 നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരു പെണ്ണ്
ബുള്ളറ്റ് അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ച് തുടങ്ങുന്ന സമയത്ത് ആൾക്കാർ ഏത് രീതിയിലായിരിക്കും എൻ്റെ അടുത്ത് ഫേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നന്നായിട്ട് അറിയായിരിക്കും. അത് ഭയങ്കരമായിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. തൻ്റെ അടി ഇന്നും കുതിരപ്പുറത്ത് കയറുന്നുള്ളതെന്നൊക്കെ ഞാൻ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്ന് കേട്ട് കളയുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഞാൻ ഈ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ മാറണമെങ്കിൽ ഇനിയും അനേകം പേര് ആ വഴിയിൽ വരണം. ഇതൊരു തെറ്റായ മാർഗമല്ല. ഗിയറുള്ള വണ്ടി ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതെന്നുള്ളത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ പറയുന്ന എന്തെല്ലാം വാഹനമുണ്ട് എല്ലാം സ്ത്രീകൾ ഓടിക്കുന്നതാണ്. അപ്പം പിന്നെ എല്ലാം സ്ത്രീകൾക്കും ഓടിക്കാം എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ പതിയെ പഠിപ്പിച്ചു തുടങ്ങി. 2012 കഴിഞ്ഞ മുതൽ ചെറുതായി തുടങ്ങിയത് 2014 മുതൽ ഞാനൊരു അക്കാഡമി ആക്കി. കേരളത്തിലെ ആദ്യത്തെ റൈഡിങ് അക്കാഡമി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇഷ്ടംപോലെ പെമ്പിള്ളേർ പഠിച്ചു. 14 മുതൽ പഠിക്കുന്ന പെമ്പിള്ളേരെല്ലാം ഞാൻ റൈഡിന് പോകുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, എൻ്റെ റൈഡ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പഠിക്കുന്ന പല പെമ്പിള്ളേരും ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പന്മാരോടെ പോകുന്നവർ പോകുന്നുണ്ട്, ഹസ്ബൻഡ് കൊണ്ടുപോകുന്നവർ പോകുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ പറ്റുന്നവർ പോകുന്നുണ്ട്. പക്ഷേ ഒരു സെറ്റ് ഓഫ് ലേഡീസിന് ഇതൊന്നും പറ്റുന്നില്ല. അവരാഗ്രഹം പൂർത്തിയാക്കി വീട്ടിലിരിക്കുക. അപ്പം ഇവർക്ക് വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം വേണമല്ലോ എന്ന് കരുതിയിട്ടാണ് 2016 ഞാൻ ലേഡീസിന് വേണ്ടിയിട്ട്, പലരും എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്തിനാ അങ്ങനെ ഒരു ക്ലബ്ബ് ലേഡീസിന് പ്രത്യേകം എന്നുള്ളത് വെക്കുന്നത് തന്നെയല്ലേ നിങ്ങൾ ഇതിന് രണ്ടിനും ഒരു പാർട്ടീഷൻ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒരേ ക്യാരക്ടർ ഉള്ളവരല്ല, വ്യത്യസ്തമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ക്ലബ്ബിൽ നിൽക്കണമെന്നുള്ളത് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല. പാറിപ്പറക്കാൻ കഴിവുള്ളവരെല്ലാം പാറിപ്പറക്കട്ടെന്നേ. കാക്കയായിരുന്നാലോ കോഴിയായിരുന്നാലോ എല്ലാം ഒരു സമയം വരെ മാത്രമല്ലേ മക്കൾ അവർ നോക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവർ കൊത്തി ഓടിക്കും. അപ്പോൾ സ്വന്തമായിട്ട് പാറിപ്പറക്കാൻ കഴിവുള്ളവർ പോട്ടെ, അല്ലാത്തവർ മാത്രം ഇപ്പോഴും അങ്ങനെയുള്ളവർ മാത്രമേ ക്ലബ്ബിലുള്ളൂ. അന്ന് മുതലുള്ള ഞാൻ പഠിപ്പിച്ച് 2500ഓളം ലേഡീസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ക്ലബ്ബ് അത്രയും മെമ്പേഴ്സ് വരണമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, സ്വന്തമായിട്ട് നിൽക്കുന്നവർ അങ്ങനെ പോട്ടെ എന്നുള്ളൊരു ചിന്തയിൽ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നുള്ള സങ്കല്പത്തിലാണ്. ഓക്കെ. ആദ്യം സ്വന്തമാക്കുന്ന വണ്ടി എനിക്ക് തോന്നുന്നു 350 ആണ്. 350 പഴയ മോഡലാണ്. ആ 350 എന്ന് പറയുന്നത് അന്ന് വലിയ ചെലവുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല സെക്കൻഡ്സ് ആയിരുന്നു. സെക്കൻഡ്സ് ആണെങ്കിലും 350ക്ക് എല്ലാ കാലത്തും അതിനൊരു ബേസ് റേറ്റ് ഉണ്ടല്ലോ. ഇല്ല, അന്ന് ഈ വണ്ടിക്കൊന്നും ഭയങ്കര റേറ്റ് ഇല്ലായിരുന്നു. നമുക്കിപ്പോൾ ഒരു പഴയ ഒരു കാസ്റ്റൻ മോഡൽ വണ്ടി എടുക്കണമെങ്കിൽ ഭയങ്കര പൈസയാണ്. പക്ഷെ അന്ന് ഞാൻ എടുക്കുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു വലിയ പൈസയല്ല. ഇവിടെയല്ല, നോർത്ത് ഇന്ത്യയിൽ അത്രയൊന്നും ഇതിന് ഈ റൈഡിങ്ങുമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമൊന്നും അല്ലാതിരിക്കുന്ന സമയത്താണ് എടുത്തത്. അതുകൊണ്ടൊന്നൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പോൾ ഒരെണ്ണം മേടിക്കാൻ പോകണമെങ്കിൽ നല്ല പൈസയാവും. നിങ്ങൾ റൈഡേഴ്സ് ആണെങ്കിൽ റേറ്റ് എല്ലാം ഉയർത്തിയതാണ്. നമുക്കൊരു പാട്ട് കൂടി കേട്ടാലോ? കേൾക്കാം. ദേവി ആത്മരാഗം എന്നുള്ളൊരു പാട്ടാണ്. അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഫിലിപ്പിന് വേണ്ടിയിട്ടാണ്. ആരാണ് ഫിലിപ്പ് കൂടെ റൈഡ് ചെയ്യുന്ന? ഇല്ല, റൈഡറേ അല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരാള്. ശരി. എനിക്ക് ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഫാമിലിയിൽ എന്ന് പറയുകയാണെങ്കിൽ മകൻ, അത് എപ്പോഴും ഞങ്ങൾ തമ്മിലൊരു നല്ല ബോണ്ടിങ് ആണ്. പിന്നെ കൂടെയുള്ളതെല്ലാം ഫ്രണ്ട്സാണ്. നമുക്ക് ആ സുഹൃത്തുക്കളിൽ ഒരാളായ ഫിലിപ്പിന് വേണ്ടി ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ പാട്ടാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയ യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് കേൾക്കാം. ആദ്യത്തെ വണ്ടി ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് 350 ആയിരുന്നു സ്റ്റാൻഡേർഡ്. പിന്നെ ക്ലാസിക് മേടിച്ചു, പിന്നെ ഹിമാലയൻ മേടിച്ചു. ഹിമാലയൻ മേടിക്കുമ്പോഴത്തേക്ക് കേരളത്തിലെ ആദ്യത്തെ ആളാണല്ലേ ഹിമാലയൻ മേടിക്കും, ഇന്ത്യയിലെ ഫസ്റ്റ് ലേഡി. അപ്പൊ ഇത്തരത്തിൽ ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ വണ്ടികളെ കുറിച്ച്? ഇല്ല, ഒന്നുമില്ല. എല്ലാം ഇങ്ങനെ ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതാ. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ വണ്ടി എൻ്റെ അപ്പൻ്റെ വണ്ടിയാ, ഒരു ഹീറോ ഹോണ്ട ഡീലക്സ്. എന്നെ കൂടുതലും ട്രിവാൻഡ്രംകാർ പണ്ട് ഈ 2007 ടൈമിലൊക്കെ കണ്ടിട്ടുള്ളതെല്ലാം ആ വണ്ടിയിലായിരിക്കും. അപ്പോൾ പപ്പയുടെ വണ്ടി, ആക്ച്വലി ഞാൻ കേരളത്തിൽ വണ്ടി ഓടിക്കാൻ തന്നെ കാരണം പപ്പ ആ വണ്ടി വിൽക്കാതിരുന്നതാണ്. പപ്പ ഓടിക്കത്തൂല്ല എന്നാൽ വണ്ടി വിൽക്കത്തൂല്ല. അപ്പം പിന്നെ ഞാൻ അങ്ങ് എടുത്തങ്ങ് ഓടിച്ചു വന്നപ്പോഴത്തേക്ക് നാട്ടുകാർ ആദ്യമൊക്കെ അങ്ങ് ഭയങ്കര എതിർപ്പ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ 2007 ഭയങ്കരമായിട്ട് എതിർപ്പ് വരുന്ന ഒരു സമയമാണ്. പക്ഷെ ഞാനത് ഓവർകം ചെയ്തു. പക്ഷെ വെങ്ങാനൂർ വിപ്ലവങ്ങളുടെ നാടാണ്. പക്ഷെ വെങ്ങാനൂരുകാർ എന്നെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ പപ്പ വണ്ടി വിൽക്കാതിരുന്നത് ആ വണ്ടി എടുത്ത് തുടങ്ങിയതാണ് കേരളത്തിലെ. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ ഡൽഹിയിലെ വണ്ടിയുണ്ട്, 2 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. 2 ഓൾഡ് മോഡലുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ മൊത്തമുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ പപ്പയുടെ ഡീലക്സ്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വണ്ടി, അല്ലാതെ ഞാൻ വണ്ടി പഠിപ്പിക്കുന്ന ഒരു പാഷനുണ്ട്, 3 ഹീറോ ഹോണ്ടയുടെ വണ്ടിയുണ്ട്, പിന്നെ 2 ഓൾഡ് മോഡൽ ബുള്ളറ്റ് ഉണ്ട്, പിന്നെ ഒരു ക്ലാസിക്, അത് 2012 ആ ടൈമിലെടുത്തതാണ്. പിന്നെ ഉള്ളത് 2014 ഹിമാലയൻ. ഞാൻ ഹിമാലയൻ എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഓഫ് റോഡ് വണ്ടികളൊന്നും ആ സമയത്ത് വലിയ രീതിയിൽ വന്നിട്ടില്ലാത്തൊരു ടൈമാണ്. ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഇങ്ങനെ ഒരു ഓഫ് റോഡ് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് വേറെ ഫ്രണ്ട്സ് ഉണ്ട്,
മീൻസ് എല്ലാ വണ്ടികളും ഉപയോഗിക്കുന്നത്. ഞാൻ ആ ഒരു ബ്രാൻഡിനെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബ്രാൻഡ് പറയുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആ വണ്ടി അങ്ങനെ കൊള്ളത്തില്ല, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു പെൺകുട്ടികൾക്ക് അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിനെ തന്നെ ഇങ്ങനെ ഊന്നി പറഞ്ഞപ്പോൾ എനിക്കും അത് ആ വണ്ടി എടുക്കണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് ഞാൻ അങ്ങനെ പോയി സംസാരിച്ചു. അന്ന് അമുൽ സാർ വർഗീസ് സാറായിരുന്നു അവിടെ ആയിരുന്നു. സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഹിമാലയ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറേ നെഗറ്റീവ്സൊക്കെ കുറേ പേര് പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്തായാലും എല്ലാ വണ്ടിക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവും. പിന്നെ ഒരു ഓഫ് റോഡ് വണ്ടിയാണെങ്കിൽ എൻ്റെ യാത്രയ്ക്ക് അത് കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അങ്ങനെ എടുത്തു. അപ്പോഴെനിക്ക് മനസ്സിലായി വണ്ടിക്ക് എന്തൊക്കെ പ്രത്യേകതയുണ്ട്. എന്നെ കാണാൻ വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡിൽ നിന്നൊക്കെ തന്നെ ഒത്തിരി ആൾക്കാർ വരുന്നു, പരിചയപ്പെടുന്നു. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി. അങ്ങനെ ഫസ്റ്റ് വണ്ടി ഞാൻ സ്വന്തമാക്കി. പക്ഷെ അതിലൊരു സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ സന്തോഷം എന്ന് പറയാൻ, ആ വണ്ടി ഞാൻ ഇറക്കിയത് ഏപ്രിൽ മാസമാണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് അടുത്ത ഒരു വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും ദിവസം ഞാനായിരുന്നു സ്റ്റാർ. ഈ പപ്പ വണ്ടി വിൽക്കാതെ വെച്ചതാണ് വണ്ടി ഓടിക്കാൻ കാരണമായി എന്നുണ്ട്. മകൾക്കും ആ ശീലം കിട്ടിയിട്ടുണ്ടല്ലോ. വന്നിട്ടുള്ള ഒരു വണ്ടിയും കൊടുത്തിട്ടില്ല? ഇല്ല, ഇതുവരെ ഒരു വണ്ടി ഞാനായിട്ട് വിറ്റിട്ടില്ല. ഈ വണ്ടികളെല്ലാം എൻ്റെ കൂടെ ഉണ്ട്. ബൈക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമാണ്. എന്ന് മാത്രമല്ല, ഈ ഹിമാലയനെ ഇടയ്ക്ക് സർവീസിന് വിടുന്നത് തന്നെ ഒരു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിലൊക്കെ ആണല്ലോ കണ്ടത്. ഇപ്പോഴും അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ടാങ്ക് പൊത്തുപോയി. ഇനി അത് പുറത്തിറക്കാനുള്ള പരിപാടിയിലാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ അത്യാവശ്യം ചെയ്യാത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഓഫ് റോഡ് വണ്ടിയല്ല ഇൻ്റർസെപ്റ്റർ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇൻ്റർസെപ്റ്ററും ഉണ്ട്. ഇൻ്റർസെപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഇൻ്റർസെപ്റ്ററിൽ ഒരു സാഹസികമായ യാത്ര ആദി കൈലാസിലോട്ട് നടത്തിയിട്ടുണ്ട്. അതാ ഞാൻ പറയാൻ വന്നേ. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട് എനിക്ക് ഭ്രാന്തുണ്ടോന്ന്. കാരണം ഒരിക്കലും ആദി കൈലാസ് പോലുള്ള ഒരു സ്ഥലത്ത് ഇപ്പം ഞാൻ ഈ 25 ദിവസം ഇടുക്കി പോയതും ഇൻ്റർസെപ്റ്ററില്ല. ഒരിക്കലും അത് ഓഫ് റോഡ് കയറുന്ന വണ്ടിയല്ല. ഹിമാലയയിൽ ഇൻ്റർസെപ്റ്ററിലാണ് ഞാൻ ഓഫ് റോഡെല്ലാം കയറിയിട്ടുള്ളത്. ആദി കൈലാസ് പോയത് പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന കുറേ ഗിഫ്റ്റുകളുണ്ടല്ലോ. അതിലൊന്നാണ് എൻ്റെ ആദി കൈലാസ് യാത്ര. ഞാൻ ഒരിക്കലും ആദി കൈലാസിൽ പോയതല്ല. ഞാൻ പോയത് മുൻഷിയേരിയില. ആക്ച്വലി ആന്ധ്ര വരെയുള്ള ഒരു റെക്കോർഡ് അറ്റംപ്റ്റ് റൈഡിന് പോയതാ. പോകുന്ന വഴിക്ക് എന്തായാലും ആന്ധ്ര വരെ പോകുകയല്ലേ, അപ്പം എൻ്റെ മൈൻഡിൽ അവിടെ നിന്ന് എന്തായാലും അത്രയും പെട്രോൾ ഒഴിച്ച് പോവുകയാണെങ്കിൽ ഒരു 2 ദിവസം കൂടെ യാത്ര ചെയ്താൽ മകൻ്റെ അടുത്ത് എത്താം, അവനെയും കണ്ടിട്ട് തിരിച്ചു വരാം. അത് എപ്പോഴും എവിടെയെങ്കിലും ഒരു പകുതിയിൽ കൂടുതൽ മീൻസ് സൗത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചിന്തയിൽ വരുന്നതെല്ലാം പിന്നെ മകനെ കാണാം. അപ്പം ഞാൻ അവൻ്റെ ഡൽഹിയിലാണ്, മകൻ ഡൽഹിയിലാണ്. അപ്പോൾ അവൻ്റെ ഒരു ചപ്പൽ ഇവിടെ മറന്നിട്ടിട്ട് പോയായിരുന്നു. അപ്പോൾ ഞാൻ പോകാൻ നേരത്തിന് ഈ ചപ്പലൊക്കെ പൊതിഞ്ഞ് ഈ ബാഗിനകത്ത് വെച്ചു. പക്ഷെ ആർക്കും അറിയത്തില്ല ഞാൻ ഡൽഹി പോകുന്ന കാര്യമൊന്നും ആർക്കും അറിയത്തില്ല, ആരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ യാത്ര തുടങ്ങി 2ാമത്തെ ദിവസമായപ്പം ഞങ്ങളുടെ കോ റൈഡറിന് ഒരാൾക്ക് ചപ്പലില്ല. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. 4 പേരെ വെച്ച് ഗ്രൂപ്പായിട്ട് വിട്ടിട്ടുണ്ട്. അതിലൊരു ഗ്രൂപ്പിൽ ഒരു മെമ്പറിന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ചപ്പൽ മേടിക്കണ്ട, നമ്മുടെ മൈൻഡിൽ എത്ര ഒളിപ്പിച്ച് വെച്ചെന്നാലും അറിയാണ്ട് പുറത്ത് വരുമല്ലോ, തൽക്കാലം ഉപയോഗിക്കുക, ഒരു ചപ്പൽ ഞാൻ തരാം. ചേച്ചിയുടെ എങ്ങനെയാണ് ജെൻസിൻ്റെ ചപ്പലാണ്? അല്ല, മോൻ്റെ ചപ്പൽ ഞാനെടുത്ത് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ പിന്നെ മൊത്തത്തിൽ അങ്ങ് പബ്ലിസിറ്റി കൊടുത്തിട്ട് പറഞ്ഞു, ഈ ചേച്ചി മോന് ചപ്പൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹി പോകണമെന്നാക്കി. അതും ബൈക്കിൽ. അപ്പോൾ ഞാൻ ആന്ധ്ര കഴിഞ്ഞു. പിന്നെ എൻ്റെ ഭയങ്കര ആഗ്രഹപ്പെട്ട ഒരു സംഭവമായിരുന്നു ഛത്തീസ്ഗഡ്. കാരണം നമ്മളെല്ലാവരും പേടിക്കുന്ന ഒരു സ്ഥലമാണ് ഛത്തീസ്ഗഡ്. നക്സലേറ്റുകളുടെ മാവോയിസ്റ്റുകളുടെ ഒക്കെ ഏരിയ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഏരിയ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ അതുകൊണ്ട് അവിടെ ഒരു ദിവസം കൂടെ എക്സ്ട്രാ നിന്ന് ആ യാത്ര പതിയെ എനിക്ക് കുറേ ഇത്രയും ദിവസം യാത്ര ചെയ്തതുകൊണ്ട് കുറേ നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരുമായിട്ട് കമ്പനിയുണ്ട്. അപ്പോൾ അവരെ കണക്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്വീകരണം കിട്ടിയ സ്ഥലം ഛത്തീസ്ഗഡാണ്. ഏറ്റവും ഭംഗിയുള്ള സ്ഥലവും ഛത്തീസ്ഗഡാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇന്ത്യയിലെ വേറെ ഏത് സ്ഥലങ്ങളും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാനൊരു മഴ സമയത്തൂടെ പോയേ. നല്ല പച്ചപ്പും നല്ല ഭംഗിയുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഛത്തീസ്ഗഡ്. നല്ല ഒരു സ്വീകരണമായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവോ ഒന്നും തോന്നിയിട്ടില്ല. പേടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ടോയ്ലറ്റ് സൗകര്യമൊന്നുമില്ല, പെട്രോൾ പമ്പൊന്നും അധികം ഇല്ല. അപ്പോൾ ഒരു 83 കിലോമീറ്ററോളം എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റാതെ ഈ മനസ്സിലിങ്ങനെ പേടിപ്പിച്ച് വെച്ചേക്കല്ലേ. അവിടെ ഒരിടത്തും ഇറങ്ങാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റില്ല. ലാസ്റ്റ് ഞാൻ നിവൃത്തികെട്ട ഒരു ജംഗ്ഷനിൽ ചെന്നൊരു ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് അത്യാവശ്യം ഒന്ന് ടോയ്ലറ്റിൽ പോകണം. പുള്ളി അതിനുള്ള സൗകര്യം ഒരു വീട്ടിൽ സംസാരിച്ച് എനിക്ക് സെറ്റാക്കി തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ മനുഷ്യൻ നമ്മളിങ്ങനെ പുറമേ നിന്ന് പേടിക്കുന്നതാണ്, പക്ഷേ അവിടെ പൊയ്ക്കഴിഞ്ഞാൽ അത്രയും പ്രശ്നമില്ല. കാരണം നമ്മൾ അവരുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ
എല്ലാവരും മനുഷ്യരാണല്ലോ. പിന്നല്ലാണ്ട് പിന്നെ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇതൊക്കെ ഫൈറ്റ് ചെയ്ത് കഴിയണമല്ലോ. പിന്നെ അവിടെ പോയപ്പോഴത്തേക്ക് പിന്നെ അടുത്ത് എനിക്ക് തോന്നി എന്നാൽ പിന്നെ ലക്നൌവിലോട്ട് പോവാം. അവിടെയും ചെന്ന് നിന്ന് കുറച്ച് ദിവസം നിന്ന് ലോക്കലെല്ലാം നോക്കി. അവിടെ നിന്നപ്പോൾ തോന്നി വാരണാസി പോവാം. അപ്പോൾ ഈ ഫ്രണ്ട്സൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് കോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് മുൻഷിയേരി നല്ല സ്ഥലമാണ് ഉത്തരാഖണ്ഡിൽ, ഷൈനി എന്നാൽ അവിടെ കൂടെ ഒന്ന് നോക്കിയാലോ എന്ന് വെച്ചാൽ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ എന്നാൽ മുൻഷിയേരി പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നൈനിത്താൾ പോയി. ഈ നൈനിത്താൾ എത്തുന്ന സമയത്ത് നൈനിത്താൾ ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കൗ സർഫിങ്ങിലെ. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇതുവരെ വന്നതല്ലേ, നിങ്ങൾക്ക് എന്നാൽ ആദി കൈലാസ് കയറിക്കൂടെ? അപ്പോൾ ആദി കൈലാസ് മോദിജി വന്ന് ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഈ വണ്ടി കൊണ്ട് കയറാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അപ്പോൾ പറഞ്ഞു, ചേച്ചി വണ്ടി വെക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ കാറിൽ പോകുന്നുണ്ട്, വണ്ടി പോകും. അപ്പോൾ ഈ കാറിൽ ഞാൻ കയറത്തില്ല, ഞാൻ കാർ ഓടിക്കത്തുമില്ല, കാറിൽ കയറത്തുമില്ല, ഇഷ്ടമല്ല. ഇപ്പം ഞാൻ അത്യാവശ്യം ഫ്രണ്ട്സിൻ്റെ വണ്ടിയിലൊക്കെ ഒന്ന് ഇരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല, ഞാൻ നെക്സ്റ്റ് ടൈം നോക്കാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജസ്ഥാനിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് റബി എൻ്റെ അടുത്ത് പറഞ്ഞു, ദീദി ഞാൻ ആദി കൈലാസ് പോകുന്നുണ്ട്, അങ്ങനെയെങ്കിൽ എന്നാ ഡൽഹിയിലെത്തുന്നത്, ഇൻ്റർസെപ്റ്റർ അവിടെ വെക്ക്, നമുക്ക് ഈ വണ്ടിയിൽ പോയിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല റബി ഞാൻ നെക്സ്റ്റ് ടൈം പോവാം, ഇപ്പം ഞാൻ എന്തായാലും ആദി കൈലാസിനില്ല. രണ്ടാമത്തെ ആൾ വന്നപ്പോഴും ഞാൻ നോ പറഞ്ഞു. മൂന്നാമത് ഈ പിത്തോറാഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അവിടെ അൾമോഡ ഏറ്റവും നല്ല മഞ്ഞും ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിത്തോറഗഡിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കറിയാത്ത ഏതോ ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡ് വൈഫ് ഒരു ബ്രദറും കൂടെ വന്ന് എൻ്റെ വണ്ടിയൊക്കെ നോക്കിയപ്പോൾ MH രജിസ്ട്രേഷൻ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ ദീദി എവിടെ നിന്നാണ് വരുന്നത്, മഹാരാഷ്ട്രയിൽ നിന്നാണോ? ഞാൻ പറഞ്ഞു, വണ്ടി MH രജിസ്ട്രേഷനാണ്, പക്ഷേ ഞാൻ വരുന്നത് കേരളത്തിൽ നിന്നാണ്, ഇത് കമ്പനി എനിക്ക് റൈഡിന് വേണ്ടി തന്ന വണ്ടിയാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോൾ, അപ്പോൾ എങ്ങോട്ടാണ് പ്ലാൻ? ഞാൻ പറഞ്ഞു, ഇല്ല മുൻഷിയാരി. ദീദി അതിനേക്കാളും നല്ല ഭംഗിയാണ് ആദി കൈലാസ്, ഇതുവരെ വന്നതല്ലേ, ആദി കൈലാസിൽ പോരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതിന് പറ്റിയ വണ്ടിയൊന്നുമല്ല, ഓഫ് റോഡാണ്. ഇല്ല ദീദിയെ കൊണ്ട് പറ്റും, പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ബ്രോ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഈ വണ്ടി കയറത്തില്ല. ഇല്ല പറ്റുമെന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പോലും പെർമിഷൻ ചോദിക്കാതെ, ധാർച്ചുല എന്നുള്ള സ്ഥലമാണ് എൻ്റെ ബേസ് ക്യാമ്പ്, അവിടെ ഒരു പുള്ളിയെ വിളിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു ദീദി വരും, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു, നമ്പർ തന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം പൈസ ഇട്ട് കൊടുക്കാൻ. ഞാൻ പൈസ ഇട്ട് കൊടുത്തു. ഞാനെല്ലാം യാന്ത്രികമായിട്ട് ചെയ്യാണ്, ഒരു പേപ്പർ വർക്കൊക്കെ ചെയ്യാൻ. ഞാൻ ചെന്നതിന് ശേഷം മെഡിക്കലും കാര്യങ്ങളും എല്ലാം എടുത്ത് പോകാൻ വേണ്ടിയിട്ടെല്ലാം ചെയ്തു. പിന്നെ ഞാൻ ആരുടെ അടുത്ത് ഒന്നും ചോദിക്കുന്നില്ല, ഞാൻ നേരെ ധാർച്ചുലയിൽ പോയി, സ്വയം അങ്ങ് ഡിസിഷൻ എടുക്കുവാണ്. ധാർച്ചുലയിൽ പോയി അവിടെ നിന്നു. പോയ സമയം നല്ല സമയം, മഴ, റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, 2 ദിവസമൊക്കെ അവിടെ നിന്നു. തിരിച്ചു വരാനുള്ള മനസ്സുമില്ല. ഇനി എന്തായാലും ഇതുവരെ എത്തിയതുകൊണ്ട് എനിക്ക് എന്തായാലും മേളിൽ കയറണം. ഞാൻ അതിന് മുന്നേ അവിടെ വേറൊരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞൊരു ഓഫ് റോഡുണ്ട്, ഞാൻ അവിടെ കയറിയപ്പോൾ ആ പയ്യന്മാർ പറഞ്ഞു, ഇതുവരെ ചേച്ചി ദീദിക്ക് കയറാൻ പറ്റുമെങ്കിൽ മേളിലോട്ടും കയറാമെന്ന് പറഞ്ഞു. പക്ഷെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു കെണിയിലാണ് പെട്ടു പോയതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര സന്തോഷം വെച്ചാൽ അവിടുത്തെ മിലിറ്ററീസൊക്കെ എണീറ്റ് എനിക്ക് സല്യൂട്ട് തന്നു. ഈ എന്നെ കണ്ട ഉടനെ ആദ്യം അതിലൊരു ലേഡി ചോദിച്ചത്, വണ്ടിയിൽ MH എന്നേ ഉള്ളൂ, ഞാൻ കേരളയിൽ നിന്ന് അറിയാനുള്ള ഒരു പ്രൂഫും എൻ്റെ വണ്ടിയിലില്ല. പക്ഷെ ആ മിലിറ്ററി ലേഡി ഫസ്റ്റ് ചോദിച്ചത് കേരളത്തിൽ നിന്നാണോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ മാം അങ്ങനെ ചോദിച്ചേ? നിങ്ങൾ കേരളക്കാർ ഭയങ്കര ധൈര്യശാലികളാണ്, കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു സീനിയർ മാം ഉണ്ട്, പുള്ളിക്കാരി കേരളക്കാരിയാണ്, ഭയങ്കര ബോൾഡാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കേരളക്കാരെ കുറിച്ച് ഒരു അഭിമാനം തോന്നി, ഞങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ബോൾഡാന്ന് പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ അടുത്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ കണ്ടിട്ട് വേണം പോകാനെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കയറി. പക്ഷെ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഭയങ്കര റിസ്ക്കാണ്, കാരണം കല്ലുകൾ മാത്രമാണെങ്കിലും നമുക്ക് തെന്നിയെങ്കിലും പോകാൻ പറ്റും. ഇത് പൂഴി മണ്ണും കല്ലുമാണ്. അപ്പം ഈ വണ്ടീൻ്റെ ടയർ ഓഫ് റോഡല്ല. അപ്പം ഞാൻ കയറും, ഞാൻ അതുപോലെ തിരിച്ചിറങ്ങും, തിരിച്ചിറങ്ങും. ഈ വണ്ടിക്ക് നല്ല വെയിറ്റും ഉണ്ട്. ഓൾറെഡി അവിടെ ഓക്സിജൻ്റെ അളവ് കുറവാണ്. ഞാനൊരു നല്ല ആസ്മ പേഷ്യൻ്റാണ്, പിന്നെ തൈറോയിഡൊക്കെ നല്ല ഹെവി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം കൊണ്ട് ഞാൻ ഫിസിക്കലി നെഗറ്റീവാണ്, പക്ഷെ എൻ്റെ മൈൻഡ് മാത്രമേ എനിക്ക് എൻ്റെ കൂട്ടായിട്ട് അന്ന് ഒന്നുള്ളൂ. ഞാൻ വീഴും, എണീക്കും. ഈ വണ്ടി ഞാൻ 2-3 പ്രാവശ്യം കയറി ഇറങ്ങി വന്നപ്പോൾ വണ്ടി ഒന്ന് ബാക്ക് എടുത്തപ്പോൾ മേളിലോട്ടായി. ഇനി ഞാൻ അതിനെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി തറയിൽ വീഴും. പക്ഷെ ഞാൻ എൻ്റെ ഷോൾഡറിൽ താങ്ങി നിന്ന് 3/4 മണിക്കൂറോളം. ഓപ്പോസിറ്റ് ഒന്നൊരു വണ്ടി വന്ന് ആ പുള്ളി 2 പ്രാവശ്യം വീണ വണ്ടി എടുത്ത് മേളിൽ വെച്ച് തന്നെ. പിന്നെ ഞാൻ ക്രാഷ് കാർഡെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അഥവാ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നിൽക്കണമെന്നുള്ള ചിന്തയിൽ അങ്ങനെ പോയി. എന്തായാലും കയറി, ഞാൻ മേളിൽ വരെ കയറി, തിരിച്ചിറങ്ങി സെയിം സ്പോട്ട് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വീഴും. ഞാൻ ജസ്റ്റ് ഇറങ്ങിയപ്പോൾ ആ റോഡിൻ്റെ ഒരു വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് നേരെ പോയി കഴിഞ്ഞാൽ കൊക്കയാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് പോയി അത് റൈറ്റ് ടേൺ ചെയ്ത് പിന്നെ ലെഫ്റ്റ് പോകണം. അവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പേടി തോന്നി, കാരണം വണ്ടി നമ്മൾ പിടിച്ചാൽ നിന്നില്ലെങ്കിൽ നേരെ കൊക്കയ്ക്കകത്ത് പോകും. വെറുതെ എന്തിനാ എൻ്റെ ആരോഗ്യവും എൻ്റെ ആയുസ്സും കളയണേന്ന് വെച്ചിട്ട് ഞാൻ വണ്ടി അങ്ങ് തറയിൽ വെച്ചിട്ട് ഞാൻ അവിടെ വീണ്ടും വെയിറ്റ് ചെയ്തിരുന്നു. ഒരു പാറപ്പുറത്ത്, നല്ല വെയിലും ഉണ്ട്, ഒരു പാറപ്പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ 4 പേരായിട്ടാണ്
ആ വണ്ടിയിലുണ്ടായിരുന്ന 3 പേര് ഞാനും കൂടെ ചേർന്നിട്ടാണ് ഈ വണ്ടി ഉരുട്ടി താഴെ വരെ കൊണ്ടെത്തിച്ചു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ദീദി എങ്ങനെ ഈ വണ്ടി ഓടിച്ച്? ഞാൻ പറഞ്ഞു, അത് മൈൻഡിൽ അങ്ങ് ഒരു ധൈര്യം വന്നു പോയതാ, ഇനി തിരിച്ചിറങ്ങിയേ പറ്റത്തുള്ളൂ. കയറി പോകുമ്പോഴത്തേക്ക് നമുക്കുള്ളൊരു ഭയങ്കര എനർജിയാണ്. നമ്മൾ കയറി പോകുമ്പം അല്ലേലും ഓഫ് റോഡ് കയറാൻ ഈസിയാണ്, തിരിച്ചിറങ്ങുമ്പോഴാണ് നമുക്ക് പേടി. ഇപ്പം ഹിമാലയം പോലുള്ള ഒരു വണ്ടിയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് പിടിച്ചു നിൽക്കാം. ഇന്റർസെപ്റ്റർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓടിച്ചിട്ടുള്ള പയ്യന്മാരുണ്ട്, അതൊക്കെ എൻ്റെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങ് കയറുന്നത്. പിന്നെ ആ ഒരു സമയത്ത് ഒരു ആവേശമാണ്, അത് എന്നെ പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. ആ സമയത്ത് ഞാനങ്ങ് കയറും, പിന്നെ തിരിച്ചിറങ്ങിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കും. അങ്ങനെ ഒരുപാട് യാത്രകൾ, മിക്കവാറും യാത്രകൾ തുടങ്ങുന്നത് കന്യാകുമാരിയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? കന്യാകുമാരി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് അല്ലേ? അപ്പൊ ആ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് തുടങ്ങി അപ്പുറത്തെ എൻഡ് പോയിന്റിൽ വരുമ്പോൾ ഉള്ള നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം അതുകൊണ്ട്. പക്ഷെ തുടങ്ങുന്നത് നമ്മുടെ ഒന്നേ കാവടിയാർ പാർക്ക് ഇവിടെ നിന്ന് മാനവീയത്ത് നിന്നായിരിക്കും, അല്ലെങ്കിൽ കനോക്കുന്ന് നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത് ചെന്ന് നിൽക്കുന്ന കന്യാകുമാരിയിലാണെന്നേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു പാട്ടിനും കൂടി സമയമായി. ഏത് പാട്ട് പറയും? ശ്രീരാഗമോ, അത് എൻ്റെ ഫ്രണ്ട് പ്രണവിന് വേണ്ടിയിട്ട്. ഓക്കെ, പവിത്രം എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. പൊതുവേ ഞാൻ എൻ്റെ ഷോയിൽ അതിഥികളായി വരുന്ന ആൾക്കാരുടെ അടുത്ത് ഈ സങ്കടപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ഞാൻ കഴിയുന്നതും ചോദിക്കാറില്ല, കാരണം നിങ്ങൾ അതിഥികളാണ്. പക്ഷെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരുപക്ഷെ ഒരു റിലേഷനിലായിരിക്കുന്ന പല ആൾക്കാരും അവർക്ക് തന്നെ അറിയില്ല ഞാനൊരു മോശം റിലേഷനിലാണ് എന്ന് അറിയാതിരിക്കുന്ന ഒരു സാമൂഹിക സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മളിപ്പോഴും കടന്നു നോക്കുന്നത്. നമ്മൾ വലിയ സാക്ഷരത കേരളം എന്നൊക്കെ പറയുമെങ്കിലും റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ വേറെ ഏതോ ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കേൾക്കുമ്പോൾ ഒന്ന് ലൈഫ് റീതിങ്ക് ചെയ്യാൻ പറ്റും എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാനിത് ചോദിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ 18 വയസ്സുള്ളപ്പോഴത്തേക്കാണ് ആദ്യ വിവാഹം കഴിക്കുന്നത്. പൊതുവേ ഒരു ഹണിമൂൺ പീരീഡെങ്കിലും സാധാരണ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവാറുണ്ട്. ഷൈനിക്ക് എനിക്ക് തോന്നുന്നു അതുപോലും ഉണ്ടാവാതെയാണ് ഞങ്ങൾ ഷൈനിയെ വീട്ടിലേക്ക് അവർ തിരിച്ചയക്കുന്നത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ലൈഫിന് ലെനിന് വേണ്ടി, മകന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിച്ചു പോരുമ്പോൾ വേറൊരു വിവാഹം ഉണ്ടാകുന്നു. അതിൽ പിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നെ അതും ഒരു പരാജയത്തിലേക്കാണ് എത്തുന്നത്. ഇവിടെയെല്ലാം ഷൈനി വളരെ ബോൾഡായി നിൽക്കുകയും ഷൈനിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയും മകന് വേണ്ടിയും ജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതിനുള്ളൊരു ഊർജം ആ സമയത്തൊക്കെ എങ്ങനെ സംഭരിച്ചു എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇന്നത്തെ എൻ്റെ ഒരു നിൽപ്പ്, അതായത് ഒരു 2015 ശേഷമാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പറയാൻ പറ്റും. അതിന് മുമ്പേക്ക് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കല്യാണം ഞാൻ ഈ പറഞ്ഞതുപോലെ 13 ദിവസം അത് കഴിഞ്ഞിട്ട് കൊണ്ടുവിട്ടു. പിന്നെന്ന് പറയുന്ന കുത്തുവാക്കുകളാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത്. മനുഷ്യരുടെ കുത്തുവാക്കുകളാണ്. കാരണം ഞാൻ സ്വയം ഇറങ്ങിപ്പോയിട്ടാണ് എന്നെ കുത്തുവാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് സമ്മതിക്കാം. പക്ഷെ ഇതൊന്നും എൻ്റെ മിസ്റ്റേക്കോ ഞാൻ അറിഞ്ഞതോ ആയിട്ടുള്ള കാര്യമില്ല. കുടുംബക്കാരെല്ലാവരും കൂടെ നടത്തിയ ഒരു മാരേജ്, അതിൽ ഞാൻ പരാജയപ്പെട്ട് അതിനുള്ള ടൈം പോലും എനിക്ക് കിട്ടുന്നതിന് മുമ്പ്, അതായത് 2ാമത്തെ ദിവസം തന്നെ എൻ്റെ അടുത്ത് അവർ ചോദിക്കുന്നത് എൻ്റെ സ്വത്താണ്, ഭാര്യയ്ക്കുള്ളതെല്ലാം ഭർത്താവിന്, ഭാര്യയ്ക്കുള്ളത് ഭർത്താവിന് കൊടുക്കണമെങ്കിൽ പോലും ഒരു മിനിമം ടൈം ലിമിറ്റ് എങ്കിലും വേണം. അത്ര പോലും മന്ദബുദ്ധികളായിരുന്നു അവരെന്നുള്ളത് മനസ്സിലായി. പക്ഷേ ഞാൻ ബോൾഡായിരുന്നു. ഒന്നും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ഞാൻ നല്ല ബോൾഡായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കൃത്യമായിട്ട് ചെയ്യാനറിയാം. ഞാൻ ഡിസിഷൻ എടുക്കുന്നതൊക്കെ ഇപ്പം ഏറ്റവും അടുത്ത നിൽക്കുന്ന ഒരാൾ, ഇപ്പം എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്ത് വെച്ചാൽ ഡിപ്പെൻഡ് അവരിൽ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം എൻ്റെ മകനാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കും, എടാ ഞാൻ ഇങ്ങനെ ചെയ്യട്ടോ എന്ന് ചോദിക്കും. കാരണം ഞാനൊരു കാര്യം ചെയ്യുന്ന മുമ്പ് ഒരു 2-3 പേരെടുത്തെങ്കിലും അഭിപ്രായം ചോദിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യം. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, എൻ്റെ ഒരു സന്തോഷമാണത്. കാരണം ഞാൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുണ്ട് എന്ന് നാളെ ഒരാൾ പറയാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയിൽ അത് പോയിട്ട് എനിക്ക് അവരുടെ അടുത്ത് ചോദിക്കുന്നത് ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാനിങ്ങനെ സിംഗിളായിട്ട് ജീവിച്ചു പോയത് കൊണ്ടുള്ള ചില പ്രോബ്ലംസ് ആയിരിക്കാം. ചിലപ്പം പുറമേ നിന്ന് കാണുന്നവർക്ക് അങ്ങനെ തോന്നുമായിരിക്കാം. പക്ഷേ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളതും കൂടുതലും ഡിസിഷൻ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി. പിന്നെ എനിക്ക് ജീവിക്കണമെന്ന് തോന്നി. ഞാൻ അതുവരെ സ്വപ്നം കണ്ട എല്ലാ ലൈഫും 18ാമത്തെ വയസ്സിൽ മൊത്തത്തിൽ പോവുകയാണ്. കാരണം ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു, കേരള ടീമിന് വേണ്ടി കളിച്ചുകൊണ്ട് നിന്ന വ്യക്തിയാണ്. പിന്നെ ഞാൻ വിക്കറ്റ് കീപ്പറായിരുന്നു. അപ്പോൾ ഇതെല്ലാ സ്വപ്നങ്ങളും പെട്ടെന്ന് എനിക്കങ്ങ് നഷ്ടപ്പെട്ടിട്ട്, സാധാരണ എനിക്ക് തോന്നുന്നു ചില പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ചിലപ്പോൾ വല്ല ഡിപ്രഷനിലോ പോയോ ചിലപ്പോൾ സൂയിസൈഡോ ഒക്കെ ചെയ്യുമായിരുന്നായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ചെയ്യാതെ ഞാൻ പിടിച്ചു നിന്നു. ഞാൻ വീട്ടുകാരെ പോലും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ നോർത്ത് ഇന്ത്യയിലോട്ട് ചാടി. കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. പക്ഷെ എല്ലാത്തിനും മെയിൻ ലെനിൻ എന്നുള്ള ആ ഒരു പോയിന്റിൽ മാത്രമായിരുന്നു എൻ്റെ കണ്ണ്. അവന് വേണ്ടിയിട്ട് ജീവിക്കണം. ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കും, ദൈവം എനിക്ക് ആ കൊച്ചിനെ തന്നത് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ലക്ഷ്യം വേണമല്ലോ. എൻ്റെ ഒരു ലക്ഷ്യം
അവനുണ്ടായിരുന്നു, അതോടൊപ്പം എൻ്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ, അതില്ലാതെ ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ ഞാൻ ആ ഒരു ലക്ഷ്യത്തിൽ ജീവിച്ചു. പക്ഷേ അത് കഴിഞ്ഞു, ഇനി മാരേജ് ഒന്നും വേണ്ടാന്നിരുന്ന സമയത്താണ് അവിടെ നിന്നെല്ലാം സഫർ ചെയ്തു ഞാൻ തിരിച്ചു വന്നു. അപ്പം വീട്ടുകാർ പറയുന്നുണ്ട്, കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊരു കല്യാണത്തിന് വില്ലിങ് അല്ല. കാരണം ഇനി ഈ കൊച്ചിനെ വേറൊരാളുടെ അടുത്ത് കൊണ്ടുപോയാൽ ആരും നോക്കുമോ? അങ്ങനെയാണ് രണ്ടാമത്തെ ആള് എൻ്റെ അടുത്ത് വന്ന് പ്രപ്പോസ് ചെയ്തു, എൻ്റെ അടുത്ത് സംസാരിച്ചു, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അപ്പനെയും അമ്മേനെയും കൺവിൻസ് ചെയ്തു. പക്ഷേ ചിലർ ചോദിക്കും അതെങ്ങനെ കൺവിൻസിൽ വീണു. ഞാനൊരു സിമ്പിൾ പറയാം. എൻ്റെ വീട്ടിൽ വന്ന് പുള്ളി പറഞ്ഞതാണ്, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠന് ഇച്ചിരി വെള്ളമടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ക്രിസ്ത്യാനിയെ കെട്ടി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാരേജിനെ കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒരു കല്യാണം അവന് കിട്ടത്തില്ല. അപ്പം അത്രയും ദിവസം ഒന്ന് ക്ഷമിക്കുമോ, ഞാൻ രജിസ്റ്റർ മാരേജ് ഷൈനിയെ നമുക്കിപ്പോൾ തന്നെ ചെയ്യാമെന്ന് പറയുമ്പം സാധാരണ പഴയ ഏത് ഫാമിലി ആയിരുന്നാലും ഇപ്പം ഞാൻ പോലും ചിലപ്പോൾ സമ്മതിച്ചു പോകും. കാരണം പക്കായിട്ടാണല്ലോ പറയുന്നത്. അങ്ങനെ പറ്റിപ്പോയൊരു അബദ്ധമാണ് രണ്ടാമത്തത്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ആ അബദ്ധം പറ്റിയത് പല പെൺപിള്ളേർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാനൊരു പാഠമായി. നമ്മൾ ജീവിതാനുഭവം എന്ന് ഞാൻ പറഞ്ഞത് ഒരു ബുക്കിനേക്കാളും വലുതാണ് നമ്മുടെ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. അത് സഹിക്കാനും അതൊക്കെ നമുക്ക് സ്വീകരിക്കാനും പറ്റുമെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഒരാളിനെ നമുക്ക് ഉപദേശിക്കാനെങ്കിലും പറ്റത്തുള്ളൂ. ഇനി നമുക്ക് വീണ്ടും യാത്രകളിലേക്ക് വരാം. മകന്റെ കൂടെ ഒരു യാത്ര ചെയ്തല്ലോ. സാധാരണ ഒറ്റയ്ക്കാണ് യാത്ര, അതും പുറകെ അങ്ങനെ ആളെ ഇരുത്തി യാത്ര ചെയ്യുന്ന ശീലമില്ല. മകനാവുമ്പോൾ പിന്നെ നമ്മൾക്ക് ഏറ്റവും നല്ല പില്യൺ അവനാ. ഈ ആദ്യകാല യാത്രയിൽ പില്യൺ ആരോ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ഞാൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്കാ പോയത്. ഏകദേശം നൈനിത്താളെത്താറായപ്പം ഒരാൾ വന്ന് ജോയിൻ ചെയ്തു. ഇന്റർസെപ്റ്ററിൽ പില്യണോ? പക്ഷേ അത് ഒരാളിരുന്ന് ലഗേജ് വെക്കുമ്പോൾ തന്നെ പിന്നെ സ്ഥലമില്ലല്ലോ, അതിൻ്റെ ഇടയിൽ എവിടെ ഒരാളെ കൂടി. അതെന്താന്ന് വെച്ചാൽ ദാർച്ചുള്ള ബേസ് ക്യാമ്പിൽ കുറച്ച് ലഗേജ് മാറ്റി മേളത്തേക്ക് മാത്രമായിട്ട് ഒരു ബാഗ് മാത്രം എടുത്ത് കെട്ടി വെച്ചിട്ട് പുള്ളിക്കാരി ഇരുത്തി. പക്ഷെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി പുള്ളിക്കാരി ഭയങ്കര പേടിയാണ്. കൊക്കയൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരി കണ്ണടയ്ക്കുന്നുണ്ട്. അവസാനം ഞാൻ ചോദിച്ചു പുള്ളിക്കാരിയുടെ അടുത്ത്, ഞാൻ ഇവിടെ നിന്ന് ബസ് കയറ്റി ഡൽഹിയിലോട്ട് വിടട്ടെ, മകൻ്റെ അടുത്തോട്ട് പോയി നിൽക്കുമോ? പിന്നെ കാരണം പുള്ളിക്കാരി അങ്ങനെ പുറലോകം അധികം കണ്ടിട്ടില്ല, കേരളത്തിൽ മാത്രം യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു എനിക്ക്. മനസ്സിലായി. ഞാൻ ചില കൊക്കയിലൊക്കെ ചെന്നിട്ട് ആ സൈഡിൽ ചെന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ചേച്ചി പ്ലീസ് ചേച്ചി, ചേച്ചി പ്ലീസ് ചേച്ചി, ഇവിടെ നിന്ന് മാറി ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ സത്യം ഞാൻ ആ സമയത്ത് എനിക്ക് നല്ല പാവം തോന്നിയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരി തിരിച്ചിറങ്ങിയത് മുതൽ പറഞ്ഞു വിടുക ചെയ്തത്. കാരണം പുള്ളിക്കാരിക്ക് പറ്റത്തില്ല എന്ന് എനിക്കത് മനസ്സിലായി. അത് മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു ലോങ് ട്രിപ്പിലൊരു പില്യൻ എനിക്ക് വന്നത്. ബാക്കിയല്ല എൻ്റെ മകനാ. പക്ഷെ അവൻ കട്ട മോട്ടിവേഷനാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എൻ്റെ ഒരു ഡ്രീമിൽ ഒരു ഭാഗം കൂടെ ആയിരുന്നു നമ്മൾ സ്പിറ്റി വാലിയിൽ നിന്ന് മണാലിയിലോട്ട് വരുന്ന ചന്ദ്രത്താൽ റൂട്ട്. നല്ല ഓഫ് റോഡാ. ഒരു രാജസ്ഥാനിലെ ഒരു ലേഡി എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വഴി ഒരു ലേഡി വണ്ടി ഓടിച്ചു വരികയാണെങ്കിൽ അവരൊന്ന് നോട്ടുമാലയിടാന്ന്. എനിക്ക് നോട്ടുമാലയൊന്നും കിട്ടിയില്ല, പിന്നെ ഞാനൊക്കെ സഹിച്ചു. പക്ഷെ ഞാൻ പോസ്റ്റ് ഇട്ടു, കാരണം അത് അത്രയും ഓഫ് റോഡാണ്. അത് മോന് പില്യന ശരിക്കും സപ്പോർട്ടായിരുന്നു. എനിക്ക് റൈറ്റ് സൈഡ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് എൻ്റെ ബുദ്ധിമുട്ടല്ല, ആക്ച്വലി അടുത്ത് ഈ ഒരു ഗുരുത്വാകർഷണം പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ റൈറ്റ് സൈഡിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നും എൻ്റെ വണ്ടി വീഴാൻ പോകുന്നതല്ല ഫീൽ ചെയ്യും. അപ്പൊ ഒരു സമയത്ത് ഞാനിത് ചിന്തിച്ചിരുന്നു കേട്ടോ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എന്ന്. പിന്നീട് എനിക്ക് സീനിയേഴ്സ് പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് നിന്റെ മിസ്റ്റേക്ക് അല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പൊ ഈ റൈറ്റ് സൈഡ് വരുമ്പോൾ ഇവനും കൂടെ ബാക്കി ഇരിക്കുമ്പോൾ എനിക്ക് വണ്ടി എടുക്കാൻ പാടാം. ഇവൻ്റെ അടുത്ത് ഞാൻ ഓരോ റൈറ്റ് സൈഡ് എത്തുമ്പോഴത്തേക്കും ഇറങ്ങാൻ പറയുക, ഇറങ്ങി അവസാനം ഇവൻ എല്ലാ റൈറ്റ് സൈഡ് ഇങ്ങനെ വളഞ്ഞു പോകുന്ന റോഡിനകത്ത് ഇവൻ എത്ര എടുത്തെന്ന് പറഞ്ഞാൽ ഇറങ്ങും. അവസാനം ഇവൻ മതി, ഇനി ഞാൻ ഇറങ്ങില്ല, അമ്മ വേണേല് എന്നെ വെച്ച് ഓടിച്ചാൽ മതി, വീഴണമെങ്കിൽ ഒരുമിച്ച് വീഴാം. കാരണം ആ വണ്ടിയിൽ ബാക്കിൽ ലഗേജ് ഉണ്ടേ, ഇതിലൊന്നും അവൻ ചവിട്ടി ഇറങ്ങുക കയറുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാ. അവസാനം അവൻ പറഞ്ഞു പറ്റൂല. അവസാനം ഞാൻ ശരിയാണ്. പിന്നെ ഞാൻ വീണതുപോലെ പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതെല്ലാം മൈൻഡിന്റെ കൂടെ കുറെ പ്രശ്നമുണ്ട്. നമ്മൾ ആ വീഴുമെന്ന് ചിന്തിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ വീഴാൻ സാധ്യത കൂടുതലാണ്. ഇല്ല ഇവൻ വീഴില്ല, ഇനിയിപ്പോൾ എന്തായാലും ഓടിച്ചേ പറ്റുള്ളൂ എന്നുള്ള ചിന്ത വന്നപ്പോൾ ഓടിച്ചു. മീൻസ് അങ്ങനെ നല്ല സപ്പോർട്ട്, മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് തരും. അമ്മയെ കൊണ്ട് പറ്റും, അത് ചെയ്യും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ചിന്തിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ, സ്പിറ്റി വാലിയിലെ ഈ ചന്ദ്രത്താല് വഴിയുള്ള റോഡ് തുറന്നു. അപ്പൊ ഞങ്ങളെ കൂടെ വേറെ 2 റൈഡേഴ്സ് ഉണ്ട്. അവര് തണ്ടർബേഡിലാണ്. ഒന്ന് മോന്റെ റൂംമേറ്റ്, ഒന്ന് എന്റെ ഫ്രണ്ട്. അവർ രാവിലെ ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഒരു 9 മണി വരെ കുത്തിയിരുന്ന ആലോചനയോ, പോകണോ വേണ്ടേ, പോകണോ. കാരണം 2 പേർക്കും നല്ല രീതിയിൽ ശ്വാസം മുട്ടുണ്ട്. 2 പേരും ഭയങ്കര ടയർഡാണ്. അവസാനം ഞാൻ പറഞ്ഞു, മോനെ 3ാമത്തെ വട്ടമാണ് ഞാൻ സ്പിറ്റി ഈ റോഡിന് വേണ്ടി വരുന്നത്. ഇന്ന് അമ്മ പിന്മാറിക്കഴിഞ്ഞാൽ പറ്റത്തില്ല, എന്നാ വാ അമ്മ പോകാന്ന് പറഞ്ഞ് ഞങ്ങൾ 2 കൂടെ എണീറ്റ് മറ്റൊരു പോയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ ഇറങ്ങി. എൻ്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ലായിരുന്നു, തലേദിവസം അടിക്കാൻ വിട്ടുപോയി. അപ്പോൾ പെട്രോൾ പമ്പ് തുറക്കുമ്പോൾ 9 മണിയാവും. അത് ഹയസ്റ്റ് വില്ലേജാണ് അവിടുത്തെ.
അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക്, അവർ പോയി കഴിഞ്ഞു, ഞങ്ങൾ ഒറ്റയ്ക്ക് പാട്ടും പാടി സംസാരിച്ച് ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത്. പക്ഷെ അവിടെയും പ്രശ്നം എന്നൊക്കെ പറഞ്ഞത് ടോയ്ലറ്റ് ഇല്ല കേട്ടോ ഒരിടത്തും. അപ്പോൾ മോൻ്റെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഒരു കോർഡിനേഷൻ. ചിലപ്പോൾ വല്ല ബുൾഡോസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളുടെയൊക്കെ ബാക്കിലായിരിക്കും. അപ്പോൾ അവൻ സപ്പോർട്ട് ചെയ്തൊക്കെ തന്നെയാണ്. കാരണം ഇതിനെല്ലാം വേണ്ടതെന്ന് പറഞ്ഞാൽ മൈൻഡിലൊരു പോസിറ്റീവാണ്, നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള. ഇപ്പം ചില പെൺപിള്ളേർ ഇങ്ങനെ റൈഡ് പോകുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, ഇതെല്ലാ സൗകര്യങ്ങളും കിട്ടി റൈഡ് പോകാന്നുള്ളത് നടക്കത്തില്ല. എന്ത് സിറ്റുവേഷനും അഭിമുഖീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ റൈഡിന് ഇറക്കാവൂ. നമുക്കിനി ഒരു പാട്ട് കേട്ടാലോ? പൂമാനമേ എന്നുള്ളൊരു പാട്ടില്ലേ, പാട്ട് കേൾക്കാം. എല്ലാവരും ചിന്തിക്കുന്നത് എന്താ പറയുമോ, ഈ റൈഡെന്ന് പറയുന്നത് കണ്ടോ നിങ്ങൾക്കങ്ങ് പാറി പറന്ന് സന്തോഷമായിട്ട് നടക്കാം. യഥാർത്ഥത്തിൽ റൈഡിന് ഇറങ്ങുന്നവരുടെ കഷ്ടപ്പാട് റൈഡിന് പോകുന്നവർക്കേ അറിയാവും. ഈ റൈഡ് തുടങ്ങുമ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് കേട്ടോ. ആദ്യത്തെ 3 ദിവസം ഭയങ്കര എനർജി ആയിരിക്കും. ഈ 3 ദിവസം കഴിയുമ്പോൾ ഈ എനർജി എല്ലാം അങ്ങ് കെട്ടടങ്ങും, പിന്നെ മതിയെന്ന് തോന്നും. പിന്നെ നമ്മളെ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ റൈഡ് പോകുന്നവർക്ക് ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഫ്രണ്ട്സായിട്ടോ കോൾ ചെയ്തോ സംസാരിച്ചോ അവർക്കൊരു ബലം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പോകും. പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വരും. പിന്നെ അത് നമ്മുടെ ഒരു ഡെയിലി ഇതായിട്ട് മാറും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ റൈഡിന് പോകുമ്പോൾ എപ്പോഴും ഒരേ മൈൻഡുള്ളവരായിട്ട് പോയില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാ ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും നല്ല പില്യൻ മകനാന്ന് പറഞ്ഞത്. ഞങ്ങൾ റൈഡിൻ്റെ ഇടയിൽ പിണങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ റൈഡ് ചെയ്തു ഒന്നേ അവൻ ബാക്കിലിരിക്കുന്നതിന് അവന് ഇഷ്ടംപോലെ ഫ്രസ്ട്രേഷനുണ്ട്, ഈ ഓടിക്കുന്ന എനിക്ക് ഫ്രസ്ട്രേഷനുണ്ട്. നമ്മുടെ ബോഡി വീക്ക് ആവുന്നതിനനുസരിച്ച് നമുക്ക് ദേഷ്യം കൂടും. ഈ വെയിലടിച്ച് ചൂടാവുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം തോന്നും, തണുപ്പ് സഹിക്കാൻ പറ്റാതാവും, ശ്വാസം മുട്ട് വരും, ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ഇതൊക്കെ വരും. ഇതെല്ലാം കൂടെ വരുന്ന ആളുടെ അടുത്തായിരിക്കും നമ്മൾ ഈ എക്സ്പ്രസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളാവാം, പുറത്തുള്ള ആളാവാം. യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും ഒരു ലോങ് റൈഡ് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും ഈ പറയുന്ന ആരാണോ നമ്മുടെ കൂടെ വരുന്ന ആള് അവരുമായിട്ടൊരു റൈഡ് പോയതിനു ശേഷം മാത്രമേ കമ്പനീനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരാളുടെ സ്വഭാവം തിരിച്ചറിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും നമുക്ക് വേണം. അല്ലാതെ ഇങ്ങനെ ഒരു യജ്ഞത്തിന് പുറപ്പെടരുതെന്ന് മിക്കവാറും എൻ്റെ എല്ലാ ഇന്റർവ്യൂസിലും ഞാനിത് പറയാറുണ്ട്. പക്ഷെ എൻ്റെ ഏറ്റവും നല്ല പില്യൻ അവൻ വണ്ടി ഓടിക്കത്തില്ല കേട്ടോ, ബാക്കി ഇരിക്കത്തുള്ളൂ. അതെനിക്ക് ഒരു കണക്കിന് സന്തോഷമാണ്, മറുകണക്കിന് മകൻ ഓടിച്ചില്ല എന്നുള്ള വിഷമമുണ്ട്. എനിക്ക് ഓടിക്കാനാണ് ഇഷ്ടം, അപ്പൊ അതുകൊണ്ട് ഞാൻ ഓടിക്കും. പക്ഷെ നല്ലൊരു റൈഡായിരുന്നു അത്. അതിന് ഒരു തീമും ഉണ്ടായിരുന്നല്ലോ, സേനോ ടു ഡ്രഗ്സ്. എനിക്ക് തോന്നുന്നു ഡ്രഗ്സിനെതിരായിട്ടുള്ള ഇഷ്ടംപോലെ ക്യാമ്പയിനുകൾ ഇപ്പൊ കേരളത്തിലൊട്ടാകെ നടക്കണു. അതിനൊരു ഫസ്റ്റ് ഒരു ചുവട് വയ്പ് വയ്ക്കാൻ എനിക്ക് സാധിച്ചു. 2023 ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗവൺമെന്റും ചാനലുകളും എല്ലാം തന്നെ ഇപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം എടുക്കുന്നുണ്ട്. പൊതുവെ തീം ബേസ്ഡ് ആയിട്ടുള്ള വേറെയും അതിന് മുന്നേയും പല റൈഡുകളും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾക്കെതിരെ റൈഡ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തീം ബേസ്ഡ് റൈഡുകൾ എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരു ഏത് ലെവലിലാണ്? എന്നെ ആദ്യം ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ ഈ തീം ബേസിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, റൈഡ് പോകണം സ്ഥലം കാണാൻ പോകണതിന് എന്തിനാ ഇതിനകത്ത് കുത്തിത്തിരിക്കുന്ന എന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരാളെങ്കിലും നന്നായാൽ ഞാൻ അത്രേ ചിന്തിക്കുള്ളൂ. ഒരാളെങ്കിലും അത് കണ്ടിട്ട് പോസിറ്റീവായി കഴിഞ്ഞാൽ ഞാൻ അത്രയും ഹാപ്പിയാണ്. ഇനി നാളെ ഞാനില്ല, എൻ്റെ മരണം സംഭവിച്ചാലും ഒരു 10 പേരെങ്കിലും എന്നെ ഓർക്കും, അത് മതി. അങ്ങനെ ഒരു പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ അതിൽ ഞാൻ ഹാപ്പിയാണ്. നേരത്തെ സൂചിപ്പിച്ചു, ഈ റൈഡ് കണ്ടിട്ട് സ്ഥലങ്ങൾ കണ്ടിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള പടങ്ങളൊക്കെ കണ്ടിട്ട് വളരെ ആവേശം കൊണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന ആവേശക്കാർ ഒരു ബാധ്യതയായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇഷ്ടംപോലെ കൂണുപോലെ മുളച്ച് ഒത്തിരി പേര് വരും. അവർ ഈ ആവേശത്തിന്റെ പുറത്ത് വരും, അതുപോലെ തന്നെ അങ്ങ് തിരിച്ചു പോകാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് 2500ഓളം പെൺകുട്ടികളെ ഞാൻ പഠിപ്പിച്ചത് തന്നെ ആവേശത്തിന് പുറത്ത് വരുന്നവരാണ് ഇതെല്ലാം. അതില് ഇന്ന് ക്ലബിൽ കറക്റ്റായിട്ട് മെമ്പേഴ്സ് വരുന്ന വെച്ചാൽ ചിലപ്പോൾ ഒരു റൈഡിൽ വരുന്നത് ഇപ്പോൾ ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ വരുമ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് ഒരു 20 ബുള്ളറ്റ് ഓടിക്കുന്ന ലേഡീസ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ആക്റ്റീവ് ഓടിക്കുന്ന ലേഡീസും മറ്റ് ബൈക്കുകൾ ഓടിക്കുന്ന ലേഡീസും ആയിരിക്കും. ഇപ്പം ഞാനൊരു പ്രോഗ്രാം നടത്തിയാൽ ഒരു 100-150ഓളം ലേഡീസ് വരും. കാരണം അത് റാലികളോ ഉള്ള പ്രോഗ്രാം ആയിരിക്കും. പക്ഷെ റൈഡായിട്ട് വരുന്നത് ഇതിലൊരു 10-15 പേരോ മാത്രമായിരിക്കും. അങ്ങനെ ഡെഡിക്കേഷൻ ആയിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ നമ്മുടെ ക്ലബിന്റെ പേര് വരുന്നത് ഡോണ്ടലസ് റോയൽ എക്സ്പ്ലോറേഴ്സ് എന്നാണ്. അതിലിപ്പം ഓൾ ഓവർ കേരള ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഓരോ സ്ഥലത്തും പ്രത്യേകിച്ച് നോക്കാൻ ആളുണ്ട്. കൊച്ചിയിൽ രമ്യയാണ്. രമ്യൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. രമ്യ, ശ്രുതിയൊക്കെ അങ്ങനെയാണ്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തും സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോഴും റൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട്. അത് നമുക്കറിയാം, അവസാന നിമിഷം വരെ നമ്മുടെ അവിടെ ഉണ്ടാവും, ഇട്ടിട്ട് പോകത്തില്ല. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളിലേക്ക് ഉള്ള ഷോർട്ട് റൈഡ്സ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് ഉണ്ട്, ഈവനിങ് റൈഡ് ഉണ്ട്, 1 ഡേ ട്രിപ്പുകൾ വെക്കാറുണ്ട്. ലോങ് വെക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഇടുക്കി, വയനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും, വാഗമൺ സൈഡൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം തന്നെ 1 ഡേ ട്രിപ്പുകളായിരിക്കും. കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും രാവിലെ തുടങ്ങി ഒരു 11 മണിയോടുകൂടി ഫ്രീ ആകാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്
കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരാം. അപ്പം വീട്ടുകാർക്കും വലിയ പ്രശ്നമില്ല, നാട്ടുകാർക്കും പ്രശ്നമില്ല. അങ്ങനെ ഒരുപാട് റൈഡുകൾ ഇനിയും നടത്താൻ കഴിയട്ടെ. ഒരുപാടുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്, അതൊന്നും തീരത്തില്ല. ഇനിയും എനിക്ക് മകനുമായിട്ട് ഇനിയും ഒത്തിരി യാത്ര ചെയ്യണമെന്നുണ്ട്. നമുക്ക് ഒരു പാട്ടിന് സമയമായതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ഇട്ടത്. ഏത് പാട്ടായിരിക്കും നമ്മൾ പറയാം? വിശ്വരൂപത്തിലെ ഉന്നയി കാണാമല്ലെന്നുള്ള പാട്ടാണ്. ഇത് ഞാൻ ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം? എന്റെ മകന് ഇഷ്ടപ്പെട്ട പാട്ടാണ്. വയൽക്കിനെ ഇരുന്നോട്ടെ, രണ്ടാമത്തെ പാട്ട് കമൽഹാസൻ എഴുതിയ പാട്ടാണ്, നമുക്ക് കേൾക്കാം. പൊതുവേ റൈഡേഴ്സ് എല്ലാം ആഘോഷിക്കപ്പെടാറുണ്ട്. പക്ഷേ ഈ റൈഡ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാള് ഇത്രയും പെട്രോൾ, ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 110 മേലെയാണ് പെട്രോളിന്റെ വില. ഇത്രയും വിലയുള്ള ഒരു സാധനം അടിച്ചാലേ ഇത് നീങ്ങുള്ളൂ. എന്ന് മാത്രമല്ല ഈ റൈഡിന് ഉപയോഗിക്കുന്ന ബൈക്കുകളെല്ലാം അത്രയും തന്നെ മൈലേജ് കുറവുള്ള സംഭവങ്ങളുമാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു? എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ പൈസ 5-ന്റെ പൈസ കയ്യിൽ വെച്ചിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളല്ല. സ്പോൺസേഴ്സ് ഉള്ള ലോങ് റൈഡുകൾക്കൊക്കെ ഞാൻ അതിനെ യൂസ് ചെയ്യും. അല്ലാതെ വരുന്ന റൈഡുകളെല്ലാം തന്നെ ഇപ്പൊ 25 ദിവസം ഞാൻ ഇടുക്കിയിലുണ്ടായിരുന്നു. ആര് സ്പോൺസർ ചെയ്തതല്ല, സ്വന്തം പൈസയാണ്. ഞാൻ ഫ്രണ്ടിന്റെ കാർഡോ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോകും, പെട്രോൾ അടിക്കും, തിരിച്ചു വരും. ഒരു പെൺകൊച്ചിനെയോ 2 പെൺകൊച്ചിനെയോ പഠിപ്പിക്കും, കാർഡ് നിറച്ചിട്ട് പറയും ഇതാ നിന്റെ കാർഡ് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഹെവി ഫുഡൊന്നും വേണ്ട. ഒരു നേരം കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. മാക്സിമം പറ്റുമെങ്കിൽ ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ്ങും കഴിക്കാൻ ശ്രമിക്കും. എനിക്ക് ഇടുക്കിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അവിടുത്തെ കടുങ്കാപ്പിയാണ്. അപ്പൊ ഏത് കടയിൽ പോയാലും ഞാൻ അത് മാത്രമേ കുടിക്കത്തുള്ളൂ. എനിക്ക് അത് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംതൃപ്തിയാണ്. ലോങ് റൈഡിൽ പോവുകയാണെങ്കിൽ ഞാൻ കട്ടൻ ചായ ലൈറ്റായിട്ട് വാങ്ങിച്ചു കുടിക്കും. പിന്നെ അവർ അടുപ്പത്തിൽ തരാണെങ്കിൽ ഒരു നാരങ്ങ കയ്യിൽ വെച്ചേക്കും, 2 തുള്ളി അതിനകത്ത് പിഴിഞ്ഞു വെച്ചിട്ട് ഞാൻ കുടിക്കും. ചായ അഡിക്റ്റഡ് ആണ്. പിന്നെ പാല് ശ്വാസം മുട്ട് ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഒഴിവാക്കാൻ ശ്രമിക്കും, ഇല്ല എങ്കിൽ കുടിക്കും. ഈ ഫുഡിനെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഓവർ പൈസ പോകാറില്ല. പിന്നെ സ്റ്റേ ഞാൻ മാക്സിമം ശ്രമിക്കും. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വില കുറഞ്ഞ സ്റ്റേകൾ സേഫായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നോക്കും. പിന്നെ ഫാമിലിയുടെ കൂടെ എനിക്ക് സേഫാണ്, ഞാൻ പ്രശ്നമില്ല എന്ന് തോന്നും, അവർക്കും ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ നിൽക്കും. പിന്നെ ചില ക്യാമ്പ് സൈറ്റുകളുണ്ട്. ഇടുക്കിയിൽ എനിക്കൊരു 3 സ്ഥലമുണ്ട്. കാസാലാൻഡാന, ക്യാമ്പ് ലൈറ്റ്സ്, അതുപോലെ വക്കീൽ ബ്രോ, ആശിഷ്. അറിയാലോ. ഇവരുടെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാല് എത്ര ദിവസമൊന്നും അങ്ങനെയൊന്നുമില്ല, ചേച്ചി നിന്നോ എന്നേ പറയത്തുള്ളൂ. ഈ ക്യാമ്പ് ലൈറ്റ്സിലൊക്കെ ഞാൻ നിന്നിട്ടുള്ളതിന് കയ്യെ കണക്കില്ല. എവിടെ പോയാലും എനിക്ക് അവിടെ ഒന്ന് കയറിയിട്ട് ഇറങ്ങുമ്പം എന്തോ ഒരു നേടിയ. പിന്നെ വട്ടവടയിൽ നമ്മുടെ സജി ചേട്ടന്റെ സ്ഥലമുണ്ട്. ഇവരെല്ലാം പഴയ റൈഡേഴ്സ് ആണ്. ഇന്നിവരെല്ലാം അവരുടെ പ്രൊഫഷനുമായിട്ട് പോകുമ്പോൾ ഞാൻ വീണ്ടും റൈഡറായിട്ട് തന്നെ അവരുടെ അടുത്ത് എത്തുന്നുണ്ട്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അവര് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്പോഴും ആ റൈഡർ വിളിക്കുന്നുണ്ടാവും. അവര് എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ഇപ്പം ബൈക്കൊക്കെ ഉപേക്ഷിച്ചു 4 വീലറിലോട്ട്, ഥാറിലോട്ടൊക്കെയാണ് അവരങ്ങോട്ട് മാറി. പക്ഷെ ഞാൻ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഇവിടെ തന്നെയാണ്. എനിക്ക് 2 വീലർ വിട്ടൊരു ലൈഫില്ല. അപ്പോൾ ഓൾ ഇന്ത്യ പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആപ്റ്റായിട്ടുള്ള നമുക്കറിയാം ആരുടെ അടുത്ത് നിൽക്കാം, ആരുടെ അടുത്ത് നിൽക്കണ്ട. പിന്നെ ഞാൻ ഈ സ്റ്റേ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ അവിടുത്തെ ലോക്കലടുത്ത് സംസാരിക്കും. ലോക്കലുമായിട്ട് സംസാരിച്ചിട്ട് സേഫായിട്ട്, ഞാൻ ഇത്രേ പറയാറുള്ളൂ, എനിക്കൊന്ന് കിടന്നുറങ്ങിയാൽ മാത്രം മതി, ഒരു നല്ല വൃത്തിയുള്ള ബാത്റൂം വേണം, ഇത്രേ ചോദിക്കാറുള്ളൂ. അത് അവരെ വിട്ട് എടുപ്പിച്ചു തരാൻ ശ്രമിക്കും. അതാവുമ്പോൾ എനിക്ക് വേറെ ടെൻഷൻ ഇല്ല. നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോയി ഒരു ലേഡി ഒരു റൂം എടുക്കുമ്പോൾ നമ്മൾ അവർ കാണുന്നത് പോലെ അല്ല. ഒരാൾ വന്ന് നമുക്ക് റൂം എടുത്ത് തരുമ്പോൾ ഇവർക്ക് ഇവിടെ ആളുണ്ട്, ഇവരിവിടെ ആളില്ലാത്തവരല്ല എന്നുള്ളൊരു ചിന്ത ഫസ്റ്റിലെ തന്നെ അവരുടെ മൈൻഡിൽ വരും. അപ്പം ഞാൻ മാക്സിമം ആദ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ റൈഡും ലോക്കൽ സപ്പോർട്ടും മാത്രമാണ്. അവരാണ് മെയിൻ. നമുക്കൊരു സ്ഥലം പരിചയപ്പെടുത്തി തരണോ, നമുക്ക് ഓടി എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വരണോ, അതാത് സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട്, അല്ല നമ്മളൊന്നും അല്ല. ഇപ്പൊ എല്ലാ ആൾക്കാരും ചിന്തിക്കണേ എന്താന്ന് വെച്ചാല് റൈഡ് പോണു, എന്റെ കയ്യിൽ പെട്രോൾ ഉണ്ട്, എന്റെ കയ്യിൽ പൈസ ഉണ്ട്, പോകാം, ഓക്കെ, ആർക്കും പോകാം. പക്ഷേ ഒരു സപ്പോർട്ട്, ഇപ്പൊ ഒരു സോളോ റൈഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നു, എല്ലാവരും ചിന്തിക്കുന്ന ഞാൻ ഒറ്റയ്ക്ക് പോയി. ഒരിക്കലും അല്ല. ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച കുറെ പേരുണ്ടാവും. ഇതിലിപ്പോ സ്പോൺസർ ചെയ്തു തരുന്നവർ ഉൾപ്പെടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കോൾ ചെയ്തോ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഈ റൈഡിന്റെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ പിന്നെ പുതുതായിട്ട് പരിചയമാണ്. അപ്പൊ നമ്മളൊരു റൈഡ് ചിലപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ചെത്തുമ്പോൾ ഒരു വലിയ കൂട്ടമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പം ഒരു വലിയ കുടുംബം നമുക്ക് കിട്ടുകയല്ലേ. വീണ്ടും വീണ്ടും പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു, ഓരോരുത്തരുടെ ക്യാരക്ടർ, അതുപോലെ ഓരോ ലാംഗ്വേജിലുള്ള ആൾക്കാർ, അവരവരുടെ സിസ്റ്റംസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. സോളോ ട്രിപ്പുകളാണല്ലോ. ഈ സോളോ ട്രിപ്പുകളിൽ പൊതുവെ യാത്ര പോകുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ചെവിയിൽ ഏതെങ്കിലും ഒക്കെ പാട്ട് കയറി വന്നുകൊണ്ടിരിക്കും. ഈ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ എന്തായിരിക്കും? ഞാൻ പാട്ട് കേൾക്കും.
പൊതുവെ എന്ത് തരം പാട്ടുകളാണ് ആ സമയത്ത് കേൾക്കുന്നത്? സിറ്റുവേഷൻ അനുസരിച്ചാണ് കേൾക്കുന്നത്. ചിലപ്പോൾ നമുക്ക് സൈലന്റ് സോങ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്, ചില സമയങ്ങളിൽ നമുക്കില്ല അടിച്ചുപൊളി പാട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അത് ഇന്നതെന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല, രണ്ടും വരും. കാരണം നമ്മുടെ സിറ്റുവേഷൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്താണ് എങ്ങനെ, ചില സമയങ്ങളിൽ ഇതൊന്നുമല്ല, സ്വയം ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ഇഷ്ടംപോലെ വർത്താനം പറയും. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്താണ്. മറ്റുള്ളവർക്കത് നെഗറ്റീവ് ആയിരിക്കാം, എനിക്ക് പോസിറ്റീവാണ്. എനിക്കിങ്ങനെ ഒരു സ്ഥലം കാണുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കണ്ട്, ചിലപ്പോൾ ഞാൻ അവിടെ വണ്ടി നിർത്തി കണ്ട്, ഞാൻ ഇനി ഒരു സാധനം കണ്ടു, എനിക്ക് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്ന് തോന്നി, ഞാൻ വണ്ടി പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് ഭയങ്കരമായിട്ട് നെഗറ്റീവ്. എന്ത് ഷൈനി നീ വണ്ടി നിർത്താതെ, എന്ത് ഷൈനി? അപ്പൊ ഞാൻ എൻ്റെ അടുത്തേക്ക്, നീ എന്താ വണ്ടി നിർത്താതെ, വണ്ടി തിരിക്ക്. ഞാൻ എൻ്റെ കൂടെ പറയും, ഞാൻ വണ്ടി തിരിച്ച് അതേ സ്ഥലത്ത് വന്ന് അങ്ങനെ പോയിട്ടുണ്ട്. അത് കൂട്ടത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ക്ലബ്ബ് റൈഡിന്റെ അങ്ങനെ ഒരു സ്ഥലം കാണുകയാണെങ്കിൽ ഞാൻ വേറെ ഒരാളിനെ ഫ്രണ്ടിൽ ലീഡ് ചെയ്യാൻ വിട്ടിട്ട് ഞാൻ ടെയില് പോകും. ലീഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും വണ്ടി നിർത്താൻ പറ്റത്തില്ല. ടെയില് പോയിട്ട് ഞാൻ ആസ്വദിച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പൊ പോകാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആസ്വദിക്കുന്ന ആളാണ്. അപ്പൊ എല്ലാ രീതിയിലും ആസ്വദിക്കും. പാട്ടായിരുന്നാലോ സംസാരിച്ചായിരുന്നാലോ അങ്ങനെ ആസ്വദിക്കുന്നത്. ഒരു സമയത്ത് ഈ അടുത്തിടയ്ക്കാണെന്ന് തോന്നുന്നു ഒരു നിയമം എന്തോ വന്നില്ലേ, ബാക്കിലിരിക്കുന്ന ആളുടെ അടുത്ത് സംസാരിക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഞാൻ ദൈവമേ, ഞാൻ എന്റെ മോനെയും കൊണ്ട് പില്ലിയനെ ഒക്കെ കഴിഞ്ഞാൽ ഉറക്കമൊക്കെ വന്നാൽ പിന്നെ ഞാൻ ആരെടുത്ത് സംസാരിക്കും? ഈ ഉറക്കം വരുമ്പോൾ ഞാൻ ഓറഞ്ച് മേടിക്കും, ബാക്കി ഇരിക്കുന്ന ആളിന്റെ കൊടുത്തിട്ട് പൊളിച്ച് എനിക്ക് തരും, ഞാൻ കഴിക്കും. പിന്നെ എന്റെ ചേച്ചീന്റെ മകളുണ്ട്, അവളും എന്റെ കൂടെ നല്ല പില്ലിയനാണ്. അവളെയും കൊണ്ട് ഞാൻ അത്യാവശ്യം റൈഡ് പോവാറുണ്ട്. നമുക്കിനി ഒരു പാട്ട് കേട്ടാലോ? രാജഹംസമേ എന്നുള്ളൊരു പാട്ടില്ല, അതേ സിനിമയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അതെനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പാട്ട് കേൾക്കാം. ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ദീർഘമേറിയ യാത്ര എവിടോട്ടുള്ള യാത്രയായിരുന്നു? ആദി കൈലാസ് ദീർഘം കൂടിയതായിരുന്നു. ഉമിലിംഗ്ല പോയത് ദീർഘം കൂടിയായിരുന്നു. ഞാൻ ഉമിലിംഗ്ല പോയപ്പോ എന്റെ ക്ലബിലെ 2 മെമ്പേഴ്സിനെയും കൊണ്ടാ പോയെ. അത് നല്ലൊരു ട്രിപ്പായിരുന്നു. അത് നമ്മള് വഴിയിൽ വെച്ച് സോഡ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയത്. അതെ മലയാളികൾ എവിടെ പോയാലും അതെ. രണ്ടാമത്തൊരു കാര്യം, നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി കട്ടൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിട്ട് തരും. ഇഷ്ടംപോലെ ഷോപ്പിൽ നമുക്കത് കിട്ടിയതിന്റെ പിന്നെ ഞങ്ങൾ കിച്ചണിൽ കയറി അത് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെ കൂടെ ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നെ പിന്നെ കിച്ചണിലാണ് കയറിയിട്ട് ചേട്ടാ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നല്ലൊരു ട്രിപ്പായിരുന്നു. എന്താ പറയാ, അവരെ കാവലാക്കി കൊണ്ടുപോയ ഒരു ട്രിപ്പായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇപ്പോഴും നമ്മൾ ലാസ്റ്റ് പോയപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള ഒരു ലേഡി, പുള്ളിക്കാരി എൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു, വണ്ടി ഒന്ന് സ്കിഡായി. അപ്പോൾ ലാസ്റ്റ് മൊമെന്റ് വരെ നിന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുമെന്ന്. കാരണം നമ്മളൊരു ക്ലബ്ബ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ നോക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ കൂടെ വരുന്നവരെല്ലാം സേഫ് ആണോ എന്ന്. സത്യം പറഞ്ഞാൽ എല്ലാ വർഷവും ഗോവയിൽ പോകും ഞാൻ. എൻ്റെ കൂടെ ഒരു 4-5 ലേഡീസ് ഉണ്ടാവും. ഈ ഗോവയിൽ പോകുന്ന ട്രിപ്പിൽ എൻ്റെ കൂടെ ലേഡീസ് ഉള്ള ട്രിപ്പിലെല്ലാം ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അവിടെ ചെന്നെത്തിയിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആവും, പിന്നെ തിരിച്ച് വണ്ടി ഓടിക്കുമ്പോൾ. കാരണം ഇവര് വീടെത്തും വരെയും നമ്മുടെ മനസ്സിലെ ടെൻഷനാണ്, ഇവര് സേഫ് ആയിട്ട് എത്തണം. നമ്മളിപ്പം മക്കൾ പുറത്തിറങ്ങുമ്പോൾ അമ്മമാരെങ്ങനെ ടെൻഷൻ അടിക്കുന്നു അതേ ഒരു ടെൻഷൻ തന്നെയാണ്. പക്ഷെ എൻ്റെ മോൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ടെൻഷൻ അങ്ങനെ വന്നിട്ടില്ല, കാരണം എനിക്കറിയാം. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ വരേണ്ട ആവശ്യം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത്രയും ദീർഘമായ നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ടും ഒരുപക്ഷെ ഈ പഠിപ്പിച്ച എല്ലാ ആൾക്കാരിലും പല ആൾക്കാരും പഠിച്ചതിന് ശേഷം പിന്നെ വിട്ടുകളയുന്നതാണ് കൂടുതലും കാണുക. വളരെ കുറച്ച് പേര് മാത്രമാണ് റൈഡിൽ നിൽക്കുന്നത്. ഇതിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരുപാട് പേര് ഉണ്ടാവാറുണ്ടോ? ഉണ്ട്, ഒരുപാട് പേരുണ്ടാവാറുണ്ട്. ഇപ്പം അങ്ങനെയുള്ളവർ മാത്രമാണ് ക്ലബ്ബിൽ കൂടുതലും നിൽക്കുന്നത്. പിന്നെ കുറേ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറക്കാൻ കഴിവുള്ളവർ പറക്കട്ടെ, നിൽക്കാൻ കഴിവുള്ളവർ നിൽക്കട്ടെ. എനിക്ക് 2500 പേര് പഠിപ്പിച്ചില്ല, എനിക്ക് അത്രയും പേരെയൊന്നും ഓർമ്മ പോലും ഇല്ല. ചിലപ്പം ചിലർ വന്ന് എൻ്റെ അടുത്ത് അന്ന് ഞാൻ ചേച്ചി പഠിപ്പിച്ചെന്ന് പറയുമ്പോഴായിരിക്കും ആണോ എന്ന് ചോദിക്കുമ്പോൾ ചിലരെന്നെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ പഠിപ്പീര് നിർത്തുന്നില്ല, എൻ്റെ വരുമാനമാണ്. ഇനിയും ഞാൻ പഠിപ്പിക്കും, എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞാൻ വണ്ടിയും പഠിപ്പിക്കും, ഞാൻ റൈഡും പോകും. പക്ഷെ ഇപ്പം കുറേയൊക്കെ ലിമിറ്റേഷൻ വെക്കുന്നുണ്ട്, കുറേയൊക്കെ. കാരണം ആരോഗ്യം കൂടെ നോക്കണം. പിന്നെ മോനും പഠിച്ച് ഇറങ്ങാറായി, അപ്പൊ അവന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കൂടെ നമുക്ക് കുറച്ച് നോക്കണം. ഇനി അവൻ പഠിക്കുക തന്നെയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എല്ലാം ഒന്ന് എന്ന് പറഞ്ഞ് മൊത്തത്തിലൊന്ന് ചുരുക്കലല്ല, എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പൊതുവേ സ്ത്രീകളുടെ ജീവിതം പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു ടാഗ് എന്ന് പറയുന്നത്. എന്നാൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല, അവനവന് കൂടി വേണ്ടി ജീവിക്കാൻ ജീവിതം കൊണ്ട് ഇതുവരെ നമ്മളെ പഠിപ്പിച്ച അല്ലെങ്കിൽ കാണിച്ചു തന്ന ഒരാളോടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ചോദ്യങ്ങൾ ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് സമയം അനുവദിക്കുന്നില്ല. ഇനി കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ റൈഡുകളുമായി, മനോഹരമായ സ്ഥലങ്ങളെ പരിചയപ്പെടുത്തലുകൾക്കായി മറ്റൊരു അധ്യായത്തിൽ നമ്മൾ എന്തായാലും ഇരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും നേരം സംസാരിച്ചതിൽ വലിയ സന്തോഷം. നന്ദിയുണ്ട്. ഇത്രയും നേരം എനിക്കും ഇത് കേട്ടുകൊണ്ടിരുന്നവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ യാത്ര എങ്ങനെ എന്നുള്ളത് പറയാൻ എനിക്കൊരു അവസരം തന്നതിൽ ആകാശവാണിയോടും എനിക്ക് പ്രത്യേകിച്ച് നന്ദിയുണ്ട്.
ഷൈനി ദ റൈഡർ അതിഥിയായി പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. നിർവഹണം മനേഷ് MP. നിർവഹണ സഹായം മിനി അജു.